ശ്രീമദ് ഭാഗവത്തില് പോഷണം എന്ന് പറയുന്ന ലക്ഷണത്തിന്റെ ഉദാഹരണമായിട്ട് 6-ാമത്തെ സ്കന്ധം പറഞ്ഞ് സമർപ്പിക്കണം. അതിനുശേഷം ഊതി എന്ന് പറയുന്ന ലക്ഷണമായിട്ട് 7-ാമത്തെ സ്കന്ധം ആരംഭിക്കണം. അങ്ങനെ 7-ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നതായ സന്ദർഭത്തിലാണ് രാജാവ് ആയിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് തന്റെ മനസ്സിൽ തോന്നിയതായിട്ടുള്ള ഒരു കാര്യം സംശയമായിട്ട് ചോദിക്കണമെന്നുള്ളതാണ്. ആ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, 7-ാമത്തെ സ്കന്ധത്തിലെ കഥകളൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നണായിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഒരിക്കലും വിഷ്ണു ഭഗവാൻ ഉണ്ടാവാൻ പാടില്ലാത്തതായ ഒരു ഭേദബുദ്ധി ആ വിഷ്ണു ഭഗവാനിൽ നിന്നുണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നണമെന്നുള്ളതാണ്. എന്താണ് ഭേദബുദ്ധി എന്ന് ചോദിച്ചാൽ, ദേവന്മാർക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുക, ദേവന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുക, ദേവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ അനുഗ്രഹിക്കുക, എന്നാൽ അസുരന്മാരെത്തുമ്പോൾ അസുരന്മാരെ നിഗ്രഹിക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ആ ഭഗവാനിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് ആ പരീക്ഷിത് മഹാരാജ തന്റെ മനസ്സിൽ തോന്നിയതായിട്ടുള്ള ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോ ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, സാധുപൃഷ്ടം മഹാരാജ ഹരേ ചരിതമത്ഭുതം യത് ഭാഗവത മാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധനം. ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് ആ ഭഗവത് ഭക്തിവർദ്ധനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങയുടെ ഈ ചോദ്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്, വളരെ സാധുവായിട്ടുള്ള ഒരു ചോദ്യമാണ് അങ്ങ് എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വ്യർത്ഥമായിട്ടുള്ളതാണ്. കാരണം ഭഗവാന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അസുരനെന്നോ അല്ലെങ്കിൽ ദൈവമെന്നോ ഈശ്വരനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ വെളുത്തവനെന്നോ കറുത്തവനെന്നോ അല്ലെങ്കിൽ എന്താണ് സമ്പത്തുള്ളവനെന്നോ ദരിദ്രനെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും ഭഗവാനില്ല. അങ്ങനെയുള്ള ഭേദബുദ്ധികളൊന്നും ഭഗവാന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നണതെന്ന് ചോദിച്ചാൽ, ഇപ്പം മുകളിൽ എന്താണ് ഉദിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു ചന്ദ്രബിംബം, ആ ചന്ദ്രന്റെ ബിംബത്തിന് താഴെ നമ്മൾ കാണുന്നത് ഒരു കണ്ണാടിയിലാണ് കാണുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ കണ്ണാടിയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ ചന്ദ്രബിംബത്തെ കാണാൻ സാധിക്കും. ആ ചന്ദ്രൻ എങ്ങനെയാണോ മുകളിൽ നിൽക്കുന്നത് അതിന്റെ അതേ രീതിയിൽ മനോഹരമായിട്ടുള്ള പ്രതിബിംബത്തെ നമുക്ക് കണ്ണാടിയിൽ കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ആ ചന്ദ്രബിംബത്തിന്റെ പ്രതിബിംബം താഴെ കാണുന്നത് ഒരു ജലത്തിലാണെന്നിരിക്കട്ടെ, ഒരു ജലത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ജലത്തിന്റെ ഓളങ്ങൾക്കനുസരിച്ച് ആ ബിംബത്തിലും ആ പ്രതിബിംബത്തിലും എന്തുണ്ടാവും? ആ ചലനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കലകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. കണ്ണാടിയിൽ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നതായിട്ടുള്ള ആ ചന്ദ്രബിംബം വെള്ളത്തില് ഇളക്കമുള്ള വെള്ളത്തിൽ കാണുന്ന സമയത്ത് ഓളങ്ങളുള്ള വെള്ളത്തിൽ കാണുമ്പോൾ ഇളകുന്നു എന്നുള്ളത് കൊണ്ട് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ അതുപോലെ തന്നെ ആ ശോഭയോടുകൂടി പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ അത് താഴെ കാണുന്നതായിട്ടുള്ള നമ്മളെ കാണിച്ചു തരുന്നതായിട്ടുള്ള പ്രതിബിംബത്തെ കാണിച്ചു തരുന്നതായിട്ടുള്ള കണ്ണാടിയുടെയും പുഴയുടെയും കുഴപ്പമാണെന്ന് പറയാം. അപ്പൊ ഈ ഭേദബുദ്ധി ഉണ്ടെന്ന് സംശയം തോന്നാൻ കാരണം നമ്മുടെ ചിന്തയുടെ പ്രത്യേകതയാണ്. അല്ലാണ്ട് ഭഗവാൻ അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ഭേദചിന്തയും ഇല്ല എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്. ഇത് പരീക്ഷിത് മഹാരാജാവ് വിഷമിക്കൊന്നും വേണ്ട. അത് പരീക്ഷിത് മഹാരാജാവിന് മാത്രമല്ല, ഈ ചോദ്യം അല്ലെങ്കിൽ ഈ സംശയം ഉണ്ടായ ധാരാളം ആളുകളുണ്ട്. അതിൽ പ്രധാനിയാണ് അങ്ങയുടെ വംശത്തിലെ തന്നെ രാജാവായിരുന്നുള്ള യുധിഷ്ഠിര മഹാരാജാവ്. അങ്ങയുടെ അച്ഛന്റെ അങ്ങയുടെ മുത്തച്ഛന്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ഈ സംശയം പണ്ട് രാജസൂയ യാഗം നടക്കുന്ന സമയത്ത് നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ആ രാജസൂയ യാഗം നടക്കുന്നതായിട്ടുള്ള സഭാമധ്യത്തില് എല്ലാവരുടെയും ധാരാളം 10,000-കണക്കിന് ആളുകൾ നിറഞ്ഞു നിൽക്കുന്നതായുള്ള സഭാമധ്യത്തില് ആ അഗ്രാസനത്തിൽ ഇരുത്തിക്കൊണ്ട് ഭഗവാനെ പൂജ ചെയ്യുന്നതായിട്ടുള്ള അതിപുണ്യമായിട്ടുള്ള സന്ദർഭം. അങ്ങനെ ആ ഭഗവാനെ സിംഹാസനത്തിൽ എത്തിക്കൊണ്ട് പൂജ ചെയ്യുന്നതായ സമയത്ത് ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭഗവാന്റെ കള്ളത്തരങ്ങള്, ഭഗവാന്റെ കുറ്റം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അതാണ് ശിശുപാലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാ പറയണത്. അങ്ങനെ ശിശുപാലൻ എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശിശുപാലനെ ആ ഭഗവാൻ നിഗ്രഹിക്കണു. ആ നിഗ്രഹിച്ചതിന് ശേഷം അത്ഭുതത്തോടുകൂടി യുധിഷ്ഠിരൻ നോക്കിയപ്പോൾ കണ്ടത് ആ ശിശുപാലിൽ നിന്നും ഒരു തേജസ് ആ ഭഗവാനിലേക്ക് പോയി അങ്ങനെ ലയിച്ചു എന്നാണ്. അങ്ങനെ ഭഗവാനിലേക്ക് പോയി ലയിക്കണത് കണ്ടപ്പോ ആ യുധിഷ്ഠിരന് തോന്നി, ഇതെന്താ ഇങ്ങനെ? താൻ ജനിച്ചപ്പം തൊട്ട് ആ ഭഗവാനെ കുറ്റം പറയാൻ മാത്രമാണ് തന്റെ നാവ് ശിശുപാലൻ ഉപയോഗിച്ചിരുന്നത്. എന്നിട്ടും ഭഗവാനെ കുറ്റം പറഞ്ഞ് ജീവിച്ച ശിശുപാലൻ മരിച്ചു കഴിഞ്ഞപ്പോ ആ ശിശുപാലനും മോക്ഷം കിട്ടി. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, അല്ലയോ നാരദ മഹർഷി, അല്ല ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഈ ശിശുപാലൻ എങ്ങനെയാ മോക്ഷം കിട്ടണത്?
അത് അത്ര യോജ്യമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ എന്ന് ചോദിച്ചെന്നാണ്. അപ്പോഴാണ് ഇതേ ഉത്തരം തന്നെ നാരദ മഹർഷി പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, അങ്ങേക്ക് വിചാരിക്കുന്നത് പോലെ ഭഗവാന് ഭേദബുദ്ധിയില്ല, അസുരനെന്നോ ദേവനെന്നോ ഉള്ള ചിന്ത ആ ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയെന്നാണ്. ആദ്യം നാരദ മഹർഷി വിചാരിച്ചത് രാമായണ കഥ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെയാണ് വിചാരിച്ച് രാമായണ കഥ പറയേണ്ട, കാരണം ഇവര് ഈ വനവാസ കാലത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക. രാജസൂയാഗം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ രാജസൂയാഗം കഴിഞ്ഞ് വനവാസത്തിന് പോണ സമയത്ത് ആ വനവാസ കാലഘട്ടത്തിൽ ഈ രാമായണ കഥ അവർക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടും എന്ന് നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു, ഇപ്പോ രാമായണ കഥ ഞാൻ പറയണില്ല, അത് കേൾക്കാനുള്ള അവസരമുണ്ട്. രാമായണത്തിലും ഇതേ അവസ്ഥ തന്നെയുള്ളത്. ഇതാ ഞാൻ മറ്റൊരു കഥ പറയാം. ഭക്തോത്തമനായിട്ടുള്ള ഭാഗവതോത്തമനായിട്ടുള്ള ഭക്ത ഉത്തമനായിട്ടുള്ള ആ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. ആ പ്രഹ്ലാദന്റെ കഥയില് പ്രഹ്ലാദന്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യശിപുവിന്റെ കഥ വരും. ആ ഹിരണ്യശിപുവിന്റെ കഥയില് ആ ഹിരണ്യശിപുവിന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷന്റെ കഥ വരും. അവരുടെയൊക്കെ കഥ ഞാനിപ്പോ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നാരദ മഹർഷി യുധിഷ്ഠിരനോട് കഥ പറയാൻ തുടങ്ങി എന്ന് പറയാം. പിന്നീട് അങ്ങോട്ട് സപ്തമസ്കന്ധം പൂർണ്ണമായിട്ടും നാരദ യുധിഷ്ഠിര സംവാദമായിട്ടാണ് പറയണത്. അങ്ങനെ നാരദ യുധിഷ്ഠിര സംവാദമായിട്ട് പറയാണ്. ഒരു നാരദ മഹർഷി പറഞ്ഞു തുടങ്ങുകയാണ്, ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന വഴിയേ ഉള്ളൂ, അങ്ങനെയില്ല. ഏത് വഴി വേണമെങ്കിലും ആരെ പൂജിക്കാം? ഭഗവാനെ പൂജിക്കാം എന്ന് പറയാണ്. അതുകൊണ്ട് പറയാണ്, കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശിയ എന്ന് പറയാണ്. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ ഭഗവാനിലേക്ക് മനസ്സിനെ ഒന്ന് കൊണ്ടുചെന്ന് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു തരികയാണ് ഇവിടെ ആ നാരദ മഹർഷി എന്ന് പറയാണ്. അതിന് ഉദാഹരണമായിട്ട് നിരവധി കാര്യങ്ങൾ നാരദ മഹർഷി പറഞ്ഞു തരണോ. അതിന് ഉദാഹരണമാണ് ഇപ്പൊ നോക്കൂ എന്നാ പറയുന്നത്, കാമാത്, ദ്വേഷാത്, ഭയാത്, സ്നേഹാത്, ഇങ്ങനെ പല രീതിയിലും ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയാം. കാമം കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നവരെ കാണാൻ സാധിക്കും. ഉള്ളിലുള്ള അടങ്ങാത്ത ദേഷ്യം കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന നിരവധി ആളുകളെ കാണാൻ സാധിക്കും. ഭയം കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇനി സ്നേഹം കൊണ്ട് എത്തിച്ചേർന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുകയാണ് ആ നാരദ മഹർഷി. അപ്പൊ ഏതെങ്കിലും ഒരു ഉപായത്തിൽ ആ ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നാൽ മതി എന്ന് പറയും. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? കാമാത് കംസഹ, കാമാത് ആരാണ്? ഗോപിമാര്. ആ വൃന്ദാവനത്തിലെ ഗോപിമാരെ നിങ്ങൾ നോക്കൂ. ആ ഗോപിമാരെ എങ്ങനെയാണ് ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നത്? അവരുടെ ഉള്ളിലുള്ള അകൈതവമായിട്ടുള്ള അടങ്ങാത്തതായുള്ള പ്രേമം, ആ കാമം കൊണ്ടാണ് ആ ഗോപിമാര് ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയാണ്. പിന്നെ എന്താണ്? ഗോപ്യ കാമാത്, അതുപോലെ തന്നെ ഭയാത് കംസഹ, ആ കംസൻ തന്നെ ആ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിഗ്രഹിക്കുമെന്ന് കേട്ടപ്പോ തുടങ്ങിയ ഞെട്ടലാണ്. ആ കംസൻ മരിക്കുന്നത് വരെ ആ ഞെട്ടൽ ഉണ്ടായിരുന്നു എന്നാ. അതുകൊണ്ട് ഭയം, കൃഷ്ണൻ എന്ന് കേട്ടാൽ ഉള്ളിലുണ്ടാവുന്ന ഭയം, ആ ഭയം കൊണ്ടാണ് ആര് നടന്നത്? ആ ഭയത്തോടു കൂടി ഭഗവാനെ ഭജിച്ച ആളാണ് കംസൻ എന്ന് പറയുന്നത്. അപ്പൊ ഗോപ്യ കാമാത് ഭയാത് കംസഹ ദ്വേഷ ചൈത്യാദ, ജരാസന്ധനെ പോലെയുള്ളത്, ദന്തഭക്തനെ പോലെയുള്ളവര്, ശിശുപാലനെ പോലെയുള്ളവരെയൊക്കെ നോക്കൂ. അവര് ഉള്ളിൽ ഭഗവാനോട് വിരോധം, ദേഷ്യഭാവം വച്ചിങ്ങനെ പുലർത്തി ചെയ്യുന്നവരാ. അവരാ ദേഷ്യം വച്ച് പുലർത്തിയാണ് അവർ ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയാണ്. മാത്രമല്ല സംബന്ധാൽ വൃഷ്ണയ, ബന്ധുത്വം കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നവരാണ് വൃഷ്ണികള് ഭഗവാനോട് ബന്ധം വെച്ച് പുലർത്തിയിട്ടാണ് ചെന്നത് എന്ന് പറയാണ്. ഇനി എന്താണ്? സ്നേഹാത് യൂയം, നിങ്ങളെ പോലെയുള്ളവര്, പരീക്ഷത്തിനെ പോലെയുള്ളവര്, അർജുനനെ പോലെയുള്ളവർ, യുധിഷ്ഠിരനെ പോലെയുള്ളവരൊക്കെ സ്നേഹം കൊണ്ടാണ് ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നത് പറയുക. അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ളവര്, നാരദ മഹർഷിയെ പോലെയുള്ളവർ എങ്ങനെയാണ്? ഭക്തിയാവയം എന്നാണ്. ഞങ്ങളെ പോലെയുള്ള നാരദ മഹർഷിയെ പോലെയുള്ളവര്, നാരദം പറയാണ്, ഞങ്ങളെ പോലെ ഋഷീശ്വരന്മാര് അങ്ങയിലേക്ക് എത്തിച്ചേർന്നത്, ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഭക്തിയാ. അപ്പൊ ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് ഏത് മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാം. അതുകൊണ്ടാണ് എന്താണ്? കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത് ഭക്തിയ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് സ്വീകരിച്ച് ആ ഭഗവങ്കിലേക്ക് എത്തിച്ചേർന്നാൽ മതി. ഭഗവാൻ എന്നേ പറയുന്നുള്ളൂ, കേന ഉപായേന, ഏതെങ്കിലും ഒരു ഉപായം കൊണ്ട്, ഉപായേന മനഃ കൃഷ്ണേ നിവേശിയ എന്നേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരു മാർഗത്തില് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്നിലേക്കൊന്ന് വന്നാൽ മതി എന്ന് മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഭേദബുദ്ധി എന്ന് പറയുന്നത് ഭഗവാനില്ല എന്ന് നാരദൻ ആദ്യം തന്നെ പറയണമെന്നുള്ളതാണ്. ഇനി നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്, സാധാരണക്കാരായിട്ടുള്ള നമ്മളെ കുറിച്ച് പറയാണ്. നമുക്ക് ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഭഗവാനോട് അമിതമായിട്ടുള്ള കാമം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളവരുണ്ട്. എന്താണ്?
ഭഗവാന്റെ പ്രേമിയായിട്ട് നടന്നവരാണ് മീരയെ പോലെയുള്ളവരൊക്കെ. ഭഗവാനെ ഒരു കാമുകനായിട്ട് കണ്ടവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, വളരെ വിരള ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭഗവാനോട് ഭയം വെച്ച് പുലർത്താൻ സാധിക്കില്ല, അതുപോലെ തന്നെ കോപം വെച്ച് പുലർത്താൻ സാധിക്കില്ല, അതുപോലെ തന്നെ ദേഷ്യം വെച്ച് പുലർത്താൻ സാധിക്കില്ല. നമുക്കൊക്കെ എന്തേ വെച്ച് പുലർത്താൻ സാധിക്കുകയുള്ളൂ? നമുക്കൊക്കെ സ്നേഹം, ഭഗവാനോട് സ്നേഹം അല്ലെങ്കിൽ ഭക്തി, ഈ രണ്ട് കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്കൊക്കെ പറ്റുള്ളൂ അല്ലെ. സാധാരണക്കാരായ നമുക്ക് ഈ രണ്ട് ഉപാധികൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, മറ്റൊന്നും നമുക്ക് ചേരണതല്ല എന്നുകൂടി പറയണമെന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവങ്കിലേക്ക് മനസ്സിനെ അർപ്പിക്കണം എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറയാണ്, ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പണ്ട് ഭഗവാന്റെ ദാസന്മാരായി നിന്നുള്ള ജയവിജയന്മാരുടെ കഥ പറയണു. അവര് ശൗനകാദി മഹർഷീശ്വരന്മാർ കൊടുത്തതായിട്ടുള്ള ശാപത്തിന്റെ കഥ പറയുകയാണ്. അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി പോയതായ മഹർഷീശ്വരന്മാരെ എന്താണ് കവാടത്തിൽ വെച്ച് തടയുന്നതായിട്ടുള്ള ജയവിജയന്മാരായിട്ടുള്ള ദാസന്മാർ ഭഗവാന്റെ ദാസന്മാരാണ്. അങ്ങനെ തടഞ്ഞപ്പോ ഈ മഹർഷീശ്വരന്മാർക്ക് ദേഷ്യം വന്നു എന്നാ പറഞ്ഞത്. ഭഗവാനെ കാണാൻ പോണവരെ വഴി തടയാൻ പാടില്ല, അങ്ങനെ തടയുന്നവരൊക്കെ അസുരന്മാരാണ്, അസുര സ്വഭാവമുള്ളവരാണെന്നാണ്. ഇത് നമ്മൾ പണ്ട് കുറച്ചാലും മുമ്പ് ഇതൊക്കെ കണ്ടോണ്ടിരുന്നതാ. എന്താണ്, ഭഗവാനെ കാണാൻ പോണവരെ വഴിയിൽ തടഞ്ഞു നിർത്തും, എന്നിട്ട് പോകണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ കണ്ടതാ, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, കുറച്ചാലായി അതൊക്കെ കഴിഞ്ഞിട്ടേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ അസുരന്മാരാന്നാ പറയണത്. അസുര സ്വഭാവത്തിലുള്ളവരാണ് വഴിയിൽ തടയണതേ, ഭക്തന്മാരെ വഴിയിൽ തടയണം എന്നുള്ളതാണ്. അങ്ങനെ തടഞ്ഞു. അതുകൊണ്ട് മഹർഷീശ്വരന്മാര് ജയവിജയന്മാരെ ശപിച്ചു, നിങ്ങൾ 3 ജന്മങ്ങൾ അസുരന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കും. ഈ ഓരോ ജന്മം എടുക്കുമ്പോഴും നിങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ അവതാരത്തിൽ വരും എന്ന് പറയുകയും ചെയ്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ജയവിജയന്മാര് ഭൂമിയിൽ 3 അവതാരങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. അതിലൊന്നാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രണ്ടാമത്തതാണ് കുംഭകർണൻ, അതുപോലെ തന്നെ രാവണൻ, അതുപോലെ മൂന്നാമത്താണ് ശിശുപാലൻ, അതുപോലെ തന്നെ ദന്തവക്ത്രൻ. ഇങ്ങനെ 3 അവതാരങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. അതില് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവിന്റെ കഥയാണ് ഇവിടെ പറയാൻ വേണ്ടി തുടങ്ങുന്നത്. അത് പറയുമ്പോഴാണ് ഹിരണ്യകശിപു ഈ ഹിരണ്യകശിപുവിന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ, ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്ന് നിഗ്രഹിച്ചു എന്ന് പറയാണ്. വരാഹമൂർത്തിയായിട്ട് വന്ന് നിഗ്രഹിച്ചതായിട്ടുള്ള കഥ പറഞ്ഞു. തന്റെ ഹിരണ്യാക്ഷന്റെ ചെവിട് നോക്കി ഒരു അടി കൊടുത്ത് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതായിട്ടുള്ള കഥ പറഞ്ഞു എന്നുള്ളതാണ്. ഹിരണ്യാക്ഷന്റെ വധം കഴിഞ്ഞതോടുകൂടി ഹിരണ്യകശിപുവിന് എന്തെന്നില്ലാത്ത വൈരാഗ്യം, അല്ലെങ്കിൽ തന്നെ ജനിച്ചപ്പോ മുതലേ സ്വധേ ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ നാരായണനുള്ള ശത്രുതയുണ്ട്, വിഷ്ണു ഭഗവാനുള്ള ശത്രുതയുണ്ട്. ശത്രുത തന്റെ സഹോദരനെ കൊന്നു എന്ന് കേട്ടതോടുകൂടി ഇരട്ടിയായിട്ട് അങ്ങ് വർദ്ധിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തായി, തന്റെ സഹോദരൻ മരിച്ചതറിഞ്ഞ് വലിയൊരു മന്ത്രിസഭാ യോഗ അങ്ങോട്ട് വിളിച്ചു ചേർത്തു എന്നാണ്. മന്ത്രിസഭാ യോഗ അങ്ങോട്ട് വിളിച്ചു ചേർത്തിട്ട് എന്ത് പറഞ്ഞു, അതിന്റെ നടുവിലായിട്ട് വാളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിരണ്യകശിപു ഇങ്ങനെ നിന്നു എന്നാണ്. എന്താണ്, കോപോജ്വലഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമ്രമമ്പരം. തന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്നതായിട്ടുള്ള നാരായണനോടുള്ള ശത്രുത അങ്ങോട്ട് വർദ്ധിച്ചിട്ട് അത് കോപമായിട്ട് മാറിയിട്ട് കണ്ണുകളൊക്കെ അങ്ങോട്ട് ഉരുണ്ടങ്ങോട്ട് വലുതായി എന്നാണ്. വലുതായിട്ട് അങ്ങോട്ട് വികസിച്ചു. അതുപോലെ തന്നെ ദേഷ്യം കൊണ്ട് പുതിയ കൊടികളൊക്കെ അങ്ങോട്ട് വളഞ്ഞു. അതുപോലെ തന്നെ തന്റെ ദംഷ്ട്രകളൊക്കെ അങ്ങോട്ട് വളഞ്ഞു. അങ്ങനെ വളരെ ദേഷ്യഭാവത്തിൽ വാള ഉയർത്തിക്കൊണ്ട് ഹിരണ്യകശിപു മന്ത്രിസഭാ യോഗ അങ്ങോട്ട് വിളിച്ചു എന്നാണ്. എന്നിട്ട് അവിടെ ഇരുന്നതായിട്ടുള്ള തന്റെ മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ വിളിച്ചു എന്നാ. ശതബാഹോ ഹയഗ്രീവ നമുജെ പാക ഇല്വല ശംബര, അതുപോലെ വിപ്രജിത്തെ മമവച കേൾക്കുക, എന്റെ വാക്കുകളെ നിങ്ങൾ കേട്ടാലും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ തന്റെ വാക്കുകളെ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹിരണ്യകശിപു സഭാമധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രഭാഷണം തന്നെ അങ്ങോട്ട് നടത്തിയതാണ്. പ്രഭാഷണത്തിൽ പറയാണ്, എന്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതായിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന വിഷ്ണു, വിഷ്ണുവിനെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ഈ വാള് കൊണ്ട് അവന്റെ കഴുത്തറുത്ത് ഞാൻ കൊല്ലും എന്ന് പറയാണ്. എന്നിട്ടോ മശൂലഭിന്ന ഗ്രീവസ്യ ഭൂരിണ രുധിരേണവൈ, അവന്റെ കഴുത്തിൽ അങ്ങോട്ട് കണ്ടിക്കും, ഈ വാള് കൊണ്ട് ഞാൻ കഴുത്തങ്ങോട്ട് കണ്ടിക്കും എന്നാണ്. കണ്ടിക്കണ സമയത്ത് അവന്റെ കഴുത്തിൽ നിന്നും ചീറ്റിത്തുപ്പുന്നതായിട്ടുള്ള ചോരയുണ്ടല്ലോ, ചോര കൊണ്ട് രുധിരപ്രിയം തർപ്പയിഷ്യ എന്ന് പറയാണ്. എന്റെ മരിച്ചുപോയതായുള്ള സഹോദരന് ഞാൻ തർപ്പണം ചെയ്യും. അത് വെള്ളം കൊണ്ടല്ല ഞാൻ തർപ്പണം ചെയ്യാൻ പോണത്, അവന്റെ രക്തം കൊണ്ട്. രുധിരപ്രിയം തർപ്പയിഷ്യേ എന്നുള്ള അവന് ഈ നാരായണൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ കഴുത്തിൽ നിന്നും കീറി വരുന്നതായിട്ടുള്ള ചീറ്റി വരുന്നതായിട്ടുള്ള രക്തം കൊണ്ട് ഞാൻ എൻ്റെ അനുജന് തർപ്പണം ചെയ്യും എന്നൊരു ശപഥം എടുത്തു എന്നാണ് ഹിരണ്യകശിപു. എന്നിട്ട് പറയാണ്, ഈ നാട്ടിൽ എവിടെയെങ്കിലും അവനെ പൂജിക്കുന്നവരോ യാഗം ചെയ്യണവരോ യജ്ഞം ചെയ്യണവരോ തപസ് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് നിഗ്രഹിക്കണം, ഇന്നോടെ അതെല്ലാം തീരണം എന്ന് പറഞ്ഞ്
തന്റെ മന്ത്രിമാരെയൊക്കെ ഓരോ ദിക്കിലേക്കും വിട്ടു എന്നാണ്. അങ്ങനെ ആ വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള എല്ലാവരെയും ദ്രോഹിക്കാൻ തുടങ്ങി. നാരായണ നാമം എവിടെയും ജപിക്കാൻ പാടില്ല, നാരായണനെ പൂജിക്കാൻ പാടില്ല, നാരായണന് വേണ്ടിയുള്ള ഹോമങ്ങൾ ചെയ്യാൻ പാടില്ല, യാഗങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ എല്ലായിടത്തും ഹിരണ്യകശിപുവിന്റെ ഭൃത്യവർഗം കേറി എല്ലാം നശിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ സജ്ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്നതായിട്ടുള്ള ഒരു ലോകം വന്നു എന്ന് പറയാം. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് എല്ലായിടത്തും ദ്രോഹിക്കണം. ഹിരണ്യകശിപുവിന് മനസ്സിലായി ഇനി ദേവലോകം പിടിച്ചടക്കണം, ഈ സർവ പ്രപഞ്ചങ്ങളും തന്റെ കാൽ കീഴിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ശക്തി പോരാ എന്ന് മനസ്സിലായെന്ന ഹിരണ്യകശിപുവിന്. അതുകൊണ്ട് ഹിരണ്യകശിപു വിചാരിച്ചു തപസ്സനുഷ്ഠിക്കാം എന്ന് വിചാരിച്ചു എന്നാണ്. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ കഠിനമായിട്ടുള്ള അതികഠോരമായിട്ടുള്ള തപസ് ആ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയെന്നാ പറയുന്നത്. ആരെ തപസ് ചെയ്തത്? ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ഓം ബ്രഹ്മായ നമ. നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ ഈ സീരിയലൊക്കെ ഇല്ലേ, പുരാണ സീരിയലിലൊക്കെ നമുക്ക് കാണാം അസുരന്മാര് ഇങ്ങനെ ഒരു കാല് പൊക്കി വെച്ച് നിന്നുകൊണ്ട് ഘോരമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കുന്നത് കാണാം. അത് ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിക്കുക. ഇവിടെ ഹിരണ്യകശിപുവും ആ ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിച്ചു എന്നാ പറയുന്നത്. അതിഭീകരമായിട്ടുള്ള തപസ്സാന്നാ പറയുന്നത്. എന്നാൽ ഊർധബാഹുർ നഭോദൃഷ്ടി പാദാങ്കുഷ്ടാശ്രിതാവനി, അങ്ങനെയൊക്കെയാണ് തപസ്സനുഷ്ഠിക്കുന്നത്. ഒരു കാലിന്റെ തള്ളവിരലിൽ ഉയർന്നങ്ങോട്ട് നിൽക്കും, മറ്റേ കാല് ഈ തൊടയോട് അങ്ങ് ചേർത്ത് അങ്ങോട്ട് വയ്ക്കും. അപ്പൊ ആ തള്ളവിരലാണ് നിൽക്കുന്നത്. എന്നിട്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തും, ആ മുഖം അങ്ങനെ മുകളിലേക്ക് ഉയർത്തി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് വിളിച്ചിട്ട് ബ്രഹ്മണേ നമ ബ്രഹ്മണേ നമ എന്നിങ്ങനെ ജപിക്കുന്നതാണ്. ഇത് മാത്രമല്ല കാലാവസ്ഥക്കനുസരിച്ചുകൊണ്ട് തപസ്സിന്റെ അന്തരീക്ഷം മാറ്റിയെടുക്കുന്ന, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ചുറ്റും തീ ഇങ്ങനെ കത്തിക്കും. എന്നിട്ട് ആ തീയുടെ നടുക്ക് നിന്നുകൊണ്ടാണ് ആ തപസ്സനുഷ്ഠിക്കുക. ഇനി തണുപ്പുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. എന്നിട്ടാണ് ആ കഠിനമായിട്ടുള്ള തപസ്. ആ അതികഠിനമായിട്ടുള്ള തപസ് ആ ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ ചൂട് ദേവലോകം വരെ എത്തി എന്ന് പറയാം. ആ ദേവലോകത്തൊക്കെ ഇങ്ങനെ ചൂടാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്ദ്രനൊക്കെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയതാ. ആ ഇന്ദ്രാദി ദേവന്മാര് ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു, അല്ല അങ്ങ് കാണുന്നില്ലേ, ഇതാ ഇവിടെ ഈ ഹിരണ്യകശിപു അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കുകയാണ്, എന്തെങ്കിലും പോയിട്ട് ഒരു വരയെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ പോരാൻ എന്ന് ചോദിച്ചു എന്നാണ്. അങ്ങനെ ബ്രഹ്മാവ് ആ ദേവന്മാരുടെ വാക്ക് കേട്ടിട്ട് ഈ കഠിനമായിട്ട് തപസ്സനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഒരു വാൽമീകത്തിന്റെ അകത്താണ്, ഒരു മൺപുറ്റിന്റെ അകത്തായി പോയി എന്നാ പറഞ്ഞത്. ആര്? ഹിരണ്യകശിപു. കഠിനമായിട്ടുള്ള തപസ്സായതുകൊണ്ട് ആ മേല് മുഴുവൻ വന്ന് ഈ മൺപുറ്റ് മൂടിയത് ഹിരണ്യകശിപു അറിഞ്ഞില്ലെന്ന് പറയാം. എന്ത് ചെയ്തു? ബ്രഹ്മാവ് വന്നു, ആ മൺപുറ്റൊന്ന് പൊട്ടിച്ചു നോക്കിയപ്പോ അതിനകത്തുനിന്ന് അതിഗഹനമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ, ശരീരമൊന്നും ഇല്ല, ഒരു അസ്ഥി പഞ്ചരമായി പോയി പറയാണ്. ആര്? ഹിരണ്യകശിപു. തപസ്സനുഷ്ഠിച്ച് പറഞ്ഞ തന്റെ ആ കമണ്ഡലുവിൽ നിന്നും അല്പം ജലം, കമണ്ഡലു ജലേന, ആ കമണ്ഡലിൽ നിന്നും അല്പം ജലമെടുത്ത് ഹിരണ്യകശിപുവിന്റെ ശരീരത്തിലേക്ക് തളിച്ചു. ആ തളിച്ചതോടുകൂടി എങ്ങനെയായിരുന്നു ഹിരണ്യകശിപു തപസ്സിനായിട്ട് വന്നത്, അതിന്റെ ഇരട്ടി ശക്തിയിൽ ആജാനുബാഹുവായിട്ട് വലിയൊരു സ്വരൂപമായിട്ട് ആ ഹിരണ്യകശിപു അങ്ങോട്ട് മാറി എന്ന് പറയാം. അങ്ങനെ ഹിരണ്യകശിപു മാറണു. ആ ബ്രഹ്മദേവനെ തന്റെ കണ്ണു തുറന്ന് കാണുന്നു. ആ കണ്ണു തുറന്ന് കണ്ടതോടുകൂടി സാഷ്ടാംഗം ആ ബ്രഹ്മാവിനെ നമസ്കരിച്ചു. ആ ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള സ്തുതി ഹിരണ്യകശിപു അങ്ങോട്ട് സ്തുതിച്ചു എന്നാണ്. കൽപ്പാന്തേ കാലസൃഷ്ടേന യോ അന്ധേന തമസാവൃതം അഭിവനക് ജഗത് ഇതം സ്വയം ജ്യോതിസ്വരോജിഷ. അന്ധമായിരുന്ന പ്രളയജലത്തിൽ മുങ്ങിക്കിടന്നതായിട്ടുള്ള ഈ ലോകത്തെ തന്റെ സ്വന്തം പ്രകാശം കൊണ്ട് ജ്വലിപ്പിച്ച് നിർത്തിയതായിട്ടുള്ള അല്ലയോ ബ്രഹ്മദേവ, അങ്ങേക്ക് എന്റെ നമസ്കാരം. ഇങ്ങനെയൊക്കെ അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അങ്ങനെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു എന്നാണ് ഹിരണ്യകശിപു ആ ബ്രഹ്മാവിനെ. ആ സ്തുതിയല്ല നമ ആദ്യബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയ മനോബുദ്ധി വികാരേർ വ്യക്തിവിയുഷേ എന്നൊക്കെ പറഞ്ഞവനാണ് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ കാരണഭൂതനായിട്ടുള്ള അല്ലയോ ബ്രഹ്മദേവ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു എന്നൊക്കെ പറഞ്ഞ് അതിഗഹനമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്തുതി. ആ സ്തുതി എല്ലാം കഴിഞ്ഞ് ആ ബ്രഹ്മദേവൻ ചോദിച്ചു എന്നാണ്, അല്ല നിന്റെ ഈ സ്തുതിയിലും നിന്റെ ഈ ഭജനത്തിലും നിന്റെ ഈ തപസ്സിലും ഒക്കെ ഞാൻ സന്തോഷവാനായി തീർന്നു, നിനക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു എന്നാ. അങ്ങനെ എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, എനിക്ക് മരണം ഉണ്ടാവരുത്, ഞാൻ മരിക്കരുത് എന്നൊരു വരമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു എന്നാ ഹിരണ്യകശിപു. അത് കേട്ടപ്പോ ബ്രഹ്മാവ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് പോലും മരണമുണ്ട്, ഞാൻ പോലും മരിക്കും. അപ്പൊ ഞാൻ മരിക്കണ ഒരാൾ എങ്ങനെയാ മരണം ഇല്ലാന്നോ എങ്ങനെയാ വരം തരിക? അതുകൊണ്ട് ആ വരം തരാൻ പറ്റില്ല, മരിക്കാതിരിക്കാൻ പറ്റില്ല. ജനിച്ചാൽ എന്ത് ചെയ്യണം? മരിക്കണം. അതുകൊണ്ട് ആ വരം എനിക്ക് തരാൻ സാധിക്കില്ല. ആകെ സനാതനമായിട്ടുള്ള ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞില്ല കേട്ടോ. അത് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബ്രഹ്മദേവന്റെ കഴുത്തൂടെ വെട്ടും ഹിരണ്യകശിപുവെ.
അപ്പൊ അത് പറഞ്ഞില്ല. എന്തായാലും എന്താണ്, മരണം ഇല്ല എന്നൊരു വരം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം എന്നാ, ആർക്ക്, ഹിരണ്യശിപുവിനെ ഒന്ന് ആലോചിക്കാനുണ്ടെന്നാ. കുറച്ചു നേരം സമയമെടുത്തു. ഇങ്ങനെ ആലോചിച്ചിട്ട് ഹിരണ്യശിപു തീരുമാനിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്, തന്നിലേക്ക് വരാൻ സാധ്യതയായിട്ടുള്ള എല്ലാ മരണ വഴികളെയും അടയ്ക്കുക, അതാണ് ഇനി തനിക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് തീരുമാനിച്ചു എന്നാ. അങ്ങനെ ഹിരണ്യശിപു പറയാണ്, എനിക്ക് ധാരാളം വരങ്ങൾ തരണം, ഞാൻ പറയുന്നതെല്ലാം എനിക്ക് സാധിച്ചു തരണം എന്ന് പറയാണ്. അങ്ങനെ തരാം എന്ന് പറഞ്ഞ് ആ ഹിരണ്യശിപു കുറേ വരങ്ങൾ അങ്ങനെ ചോദിച്ചതാണ്. എന്താണ്, അങ്ങയുടെ സൃഷ്ടികൾ ഒന്നും തന്നെ എന്നെ കൊല്ലാൻ പാടില്ല, ദേവന്മാരെന്നെ കൊല്ലാൻ പാടില്ല, മനുഷ്യന്മാരെന്നെ കൊല്ലാൻ പാടില്ല, അസുരന്മാരെന്നെ കൊല്ലാൻ പാടില്ല, സ്ത്രീകൾ എന്നെ കൊല്ലാൻ പാടില്ല, ഗന്ധർവന്മാര് കൊല്ലാൻ പാടില്ല, നാഗങ്ങൾ കൊല്ലാൻ പാടില്ല, കിന്നരന്മാര് കൊല്ലാൻ പാടില്ല, അപ്സരസ്സുകൾ കൊല്ലാൻ പാടില്ല. അങ്ങനെ എന്നിലേക്ക് വരേണ്ടതായിട്ട്, ഹിരണ്യശിപുവിലേക്ക് വരേണ്ടതായിട്ടുള്ള എല്ലാ വഴികളും അടച്ചടച്ചടച്ചു പോയി എന്നുള്ളതാണ്. ആയുധങ്ങളെ കൊണ്ട് കൊല്ലാൻ പാടില്ല, ജീവനുള്ളവയെ കൊണ്ട് കൊല്ലാൻ പാടില്ല, ജീവൻ ഇല്ലാത്തവയെ കൊണ്ട് കൊല്ലാൻ പാടില്ല, അകത്ത് കൊല്ലാൻ പാടില്ല, പുറത്ത് കൊല്ലാൻ പാടില്ല, മുകളിൽ കൊല്ലാൻ പാടില്ല, താഴെ കൊല്ലാൻ പാടില്ല, അങ്ങനെ രാവിലെ കൊല്ലാൻ പാടില്ല, രാത്രിയിൽ കൊല്ലാൻ പാടില്ല, അങ്ങനെ ഒന്നും മരിക്കാൻ പാടില്ല, ഇങ്ങനെയൊന്നും എനിക്ക് മരണം ഉണ്ടാവരുത്. അങ്ങനെ തന്നിലേക്ക് മരണം വരാൻ സാധ്യതയുള്ള എല്ലാ വഴികളും വരം നേടിയെന്നാണ്. എല്ലാ വഴികളും അടച്ചടച്ചടച്ചടച്ച് എന്തായി, ആ ബ്രഹ്മാവിനോട് വരം ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം ബ്രഹ്മാവ് കേട്ട് തഥാസ്തു 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 തഥാസ്തു, അങ്ങനെ വലിയൊരു നീണ്ട നിരയാണ് ആ വരി, എന്താണ് ആ വരത്തിനുള്ളത്. ആ വരം മുഴുവൻ കൊടുത്തു എന്നാണ്. ആ കൊടുത്തു കഴിഞ്ഞപ്പോ ബ്രഹ്മാവിന് തന്നെ ക്ഷീണായെന്നാ. അങ്ങനെയായി. കാരണം ഇത്രയും വരം, എന്തുമാത്രം വര ചോദിച്ചു പഠിച്ചിരിക്കുന്നത്. ആ വരം മുഴുവൻ കൊടുത്ത് ഹിരണ്യശിപുവിനെ അനുഗ്രഹിച്ചു എന്ന് പറയാം. അങ്ങനെ തന്നിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ മരണ വഴികളും, മൃത്യുവിന്റെ വഴികളും മുഴുവൻ അടച്ച് ആ ഹിരണ്യശിപു വരം മേടിച്ചു എന്നാണ്. അതിനുശേഷം ഹിരണ്യശിപുവിന്റെ ആ ഭീകരമായിട്ടുള്ള ആ ഭരണത്തെ കുറിച്ച് പറയാണ്. എന്താണ് ആ ഭീകരമായിട്ടുള്ള ഭരണം, ആ വരമെല്ലാം മേടിച്ച് ആ അതിബലവാനായി തീർന്ന ഹിരണ്യശിപു തിരിച്ചെത്തിയതിനു ശേഷം എന്തായി, സർവചരാചരങ്ങളേക്കും പറഞ്ഞു, ഇനി ഇവിടെ ഈ ലോകത്തൊരു പൂജയുണ്ടെങ്കിൽ അത് എനിക്കാണ്. ഈ ലോകത്തിന്റെ നാഥൻ എന്ന് പറയുന്നത്, ലോകത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് ഇനി ഹിരണ്യകശിപുവാണ്. എവിടെയെങ്കിലും പൂജാദികൾ നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഹോമാദികൾ നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ജപാദികൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹിരണ്യകശിപുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നൊരു ഒരു ഉപദേശം അങ്ങോട്ട് കൊടുത്തു. എല്ലാവർക്കും ഒരു നിയമം അങ്ങോട്ട് പാസ്സാക്കി എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ്, തൻ്റെ ഭൃത്യവർഗത്തെ മുഴുവൻ, ആ നാട് മുഴുവൻ വിട്ടു ഭൂമിയിലൊന്നും എവിടെയും ഒരു പ്രപഞ്ചത്തിൽ ആകമാനം എവിടെയും ഇനി നാരായണനെ പൂജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ആ തൻ്റെ വരശക്തി കൊണ്ട് ദേവലോകം വരെ ആ ഹിരണ്യകശിപു പിടിച്ചടക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഹിരണ്യകശിപു ലോകം മുഴുവൻ ജയിച്ച് ആ അതികേമനായിട്ട് വാഴുന്നതായിട്ടുള്ള കാലം. അങ്ങനെ വാഴുന്ന കാലത്താണ് ഭഗവാന്മാരെല്ലാവരും കൂടി ഈ ഹിരണ്യകശിപുവിൽ നിന്നും ഏറ്റതായുള്ള പരാജയം, ആ പരാജയം ഏറ്റതുകൊണ്ട് ഹിരണ്യകശിപുവിനെ എങ്ങനെയെങ്കിലും നിഗ്രഹിക്കണം എന്ന് വിചാരിച്ച് ദേവന്മാരും ബ്രഹ്മദേവനും എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തെത്തി കരഞ്ഞു എന്നാ പറഞ്ഞത്. ഈ എങ്ങനെയെങ്കിലും ഹിരണ്യകശിപുവിനെ ഒന്ന് നിഗ്രഹിക്കണം, അങ്ങൊന്ന് നോക്കൂ, ആ ഹിരണ്യകശിപു ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് നോക്കൂ എന്നാ പറഞ്ഞത്. എന്താണ്, പശുക്കളെ എല്ലാം നിഗ്രഹിക്കണു, തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷീശ്വരന്മാരുടെ തലവെട്ടിക്കളയണു, നാരായണ നാമം ജപിക്കുന്ന സാധുക്കളെ എല്ലാം കൊന്നൊടുക്കണു, അങ്ങനെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യണത്. ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും ആ ഹിരണ്യകശിപുവിനെ എന്തുകൊണ്ടാണ് നിഗ്രഹിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു എന്നാണ്. അപ്പൊ ആ ഭഗവാൻ പറഞ്ഞു, സമയമായിട്ടില്ല എന്നാണ്. സമയമാവുമ്പോ ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ വന്ന് കൊന്നോളാം. അപ്പൊ ഇനി എന്നാണ് ആ സമയം ആവുക എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദനുണ്ട് ആ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തില്. ആ പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുന്നതായ സമയത്ത് ഞാൻ അവിടെ എത്തി ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കും. അതുവരെ എന്ത് പറ്റുള്ളൂ, ഹിരണ്യകശിപുവിന്റെ ഈ താണ്ഡവം സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ ഭഗവാൻ ഏതായാലും അവതരിക്കുമല്ലോ എന്നുള്ള സമാധാനത്തില് ആ ദേവന്മാര് തിരിച്ചു പോരുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ പ്രഹ്ലാദന്റെ കഥ പിന്നീട് പറയാൻ തുടങ്ങിയതാണ്. ആ ഹിരണ്യകശിപുവിന് കയാധു എന്ന പേരിലുള്ള ഒരു പത്നി ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ പത്നിക്ക് 4 പുത്രന്മാരുണ്ടെന്നാണ് പറയുന്നത്. ആ 4 പുത്രന്മാർ അനുഹ്ലാദൻ, ഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ എന്ന് പറഞ്ഞൊരു സിംഹിയ എന്ന് പറഞ്ഞൊരു പുത്രിയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 4 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടെന്ന് പറയുക. അങ്ങനെ ഹിരണ്യകശിപു ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്ത് ഈ പ്രഹ്ലാദനെയും അല്ലെങ്കിൽ പ്രഹ്ലാദനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു ആര്, കയാധു എന്ന് പറയുകയാണെ.
അതുകൊണ്ട് ഈ കയാധുവിന്റെ വയറ്റിൽ കിടന്നതായിട്ടുള്ള ആ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി അവിടെ എത്തി. ആ നാരദന്റെ ആ ഒരു സംരക്ഷണത്തിലാണ് ഈ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ദേവന്മാർ വന്ന് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു. അപ്പൊ ഈ കയാധുവിനെയും കയാധുവിന്റെ വയറ്റിൽ വരുന്നതായ പുത്രനെയും നാരദൻ സംരക്ഷിച്ചു എന്ന് പറയാം. അങ്ങനെ ആ പ്രഹ്ലാദൻ ജനിച്ചു. ആ നാരദയിൽ നിന്നും ഭഗവത് കഥകൾ കേട്ട് 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 ഹൃദയത്തിൽ ആകമാനം ഭഗവാനെ കണ്ടുകൊണ്ട് ഇതാ പ്രഹ്ലാദൻ ജനിച്ചു എന്ന് പറയാം. ആ പ്രഹ്ലാദൻ ജനിച്ച ഉടനെ തന്നെ എന്താ ചെയ്യണത്? ആ പ്രഹ്ലാദൻ ഭക്തോത്തമനായിരുന്നു എന്ന് പറയാണ്. ആ ഭഗവാനിൽ ഭക്തി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒഴുകണതായിട്ടുള്ള ഒരു പുത്രനായിരുന്നു പ്രഹ്ലാദൻ എന്ന് പറയാണ്. ആ പ്രഹ്ലാദന്റെ കൂടെ നാരായണനും ഉണ്ടെന്ന് ആ പ്രഹ്ലാദന്റെ ആ നടപ്പും ഇരിപ്പും കിടപ്പും ഒക്കെ കണ്ടാൽ നമുക്ക് തന്നെ തോന്നും. കാരണം ആരും കൂടെ ഇല്ലെങ്കിലും എന്ത് ചെയ്യും? സ്വയമേവ സ്വന്തമായിട്ട് എന്ത് ചെയ്യണു? ചിരിക്കണു, അതുപോലെ കളിക്കണു. ആസീന പര്യടൻ അസ്നൻ ശയാന പ്രഭിപൻ ബ്രുവൻ ഞാനു സന്തത്ത ഏതാനി ഗോവിന്ദ പരിരംഭിര. ആ ഗോവിന്ദന്റെ ആ ഭഗവാന്റെ ഒരു ആശ്ലേഷം ആ പ്രഹ്ലാദന്റെ കൂടെ ഉള്ളത് കൊണ്ട് എപ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ആ ഭഗവാനോടൊപ്പമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന ഒരു ധാരണ പ്രഹ്ലാദൻ ഉണ്ടായതാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ പ്രഹ്ലാദൻ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് കാണാം എന്ന് പറയാം. ചില സമയങ്ങളിൽ പ്രഹ്ലാദൻ ഒറ്റയ്ക്കിരുന്ന് പാട്ടുകൾ പാടുന്നത് കാണാം. ചില സമയങ്ങളിൽ പ്രഹ്ലാദൻ ഒറ്റയ്ക്ക് നൃത്തം ചെയ്യുന്നത് കാണാം. ചില സമയങ്ങളിൽ പ്രഹ്ലാദൻ ഒറ്റയ്ക്ക് കരയണത് കാണാം, പാടുന്നത് കാണാം, നൃത്തം ചെയ്യുന്നത് കാണാം, ആടുന്നത് കാണാം. ക്വചിത് രുദതി വൈകുണ്ഠ ചിന്താശബള ചേതന ക്വചിത് അസതിത ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത്. ചിലപ്പോൾ പാടും, തന്നെത്താൻ പാട്ട് പാടുന്നത് കാണാം, ആരോ പറഞ്ഞ് നിർബന്ധിച്ച് പാടുന്നത് പോലെ ഇങ്ങനെ പാടുന്നത് കാണാം. ചിലപ്പോൾ അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നത് കാണാം. എപ്പോഴും ആ പ്രഹ്ലാദനൊപ്പം ആ ഭഗവാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നാരായണനോടൊപ്പം ആ പ്രഹ്ലാദനും ഭക്തോത്തമനായുള്ള പ്രഹ്ലാദനും കൂടി ആ നാരായണനൊപ്പം ഇങ്ങനെ നിരവധി ക്വചിത് പുളകസ്തൂഷ്ണിം ആസ്തെ സംസ്പർശ നിർവൃത. അങ്ങനെ ആ ഭഗവാനെ ഗോവിന്ദ ഭരിരംഭനായിട്ടുള്ള പ്രഹ്ലാദന്റെ ലീലകൾ അവിടെ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ 5 വയസ്സായ പ്രഹ്ലാദൻ 5 വയസ്സായി അപ്പോഴത്തേക്ക് ഹിരണ്യകശിപു വരമൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. ആ ഹിരണ്യകശിപു എന്തായി? തന്റെ പുത്രനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു എന്നാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ശുക്രാചാര്യരുടെ പാഠശാലയിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ്. അങ്ങനെ ശുക്രാചാര്യരുടെ പാഠശാലയിലേക്ക് പറഞ്ഞു വിടുന്നല്ല ഉണ്ടായത്. പിന്നെന്താ ചെയ്തത്? ശുക്രാചാര്യർക്ക് തന്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഠശാല തന്നെ കെട്ടിക്കൊടുത്തു എന്നാണ്. എന്നിട്ട് അവിടെയാണ് പഠിപ്പിക്കേണ്ടത്. ആ ഭഗവാൻ പ്രഹ്ലാദനെ പഠിപ്പിക്കേണ്ടത് അവിടെയാണെന്ന് പറഞ്ഞു എന്നാ. എന്നിട്ട് പ്രഹ്ലാദനെ ഇന്നത്തെ എന്റെ ശാസ്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കണം എന്ന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ ശുക്രാചാര്യര് ആ പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹിരണ്യകശിപുവിനെയാണ് നമസ്കരിക്കേണ്ടത്, ഹിരണ്യകശിപുവിന്റെ മന്ത്രങ്ങളാണ്. അതിനുവേണ്ടി ഹിരണ്യകശിപു ആ കവികളെയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഹിരണ്യകശിപു സഹസ്രനാമമൊക്കെ എഴുതി. ഹിരണ്യകശിപു സഹസ്രനാമമുണ്ട്, ഹിരണ്യകശിപു അഷ്ടോത്തരം, ഇതൊക്കെ എഴുതി. എന്നിട്ട് അതൊക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. സഹസ്രനാമം ചൊല്ലാൻ പാടില്ല, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പാടില്ല, അഷ്ടോത്തരം ചൊല്ലാൻ പാടില്ല, നാരായണാന്ന് ജപിക്കാൻ പാടില്ല. അവിടെയൊക്കെ ഹിരണ്യകശിപുവിന്റെ നാമങ്ങളെ ചൊല്ലാൻ പാടുള്ളൂ. ഇവിടെ പ്രഹ്ലാദനെ ശുക്രാചാര്യര് ഹിരണ്യകശിപുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മന്ത്രം പറഞ്ഞു കൊടുക്കും. ഹിരണ്യകശിപവേ നമഃ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കും. പക്ഷെ പ്രഹ്ലാദൻ നാരായണി ജപിക്കുകയുള്ളൂ, നാരായണായ നമഃ എന്ന് ജപിക്കുകയുള്ളൂ. കുറെ പ്രാവശ്യം അത് നാരായണ ജപിക്കുമ്പോൾ മുടക്കി എന്നിട്ട് ഹിരണ്യകശിപുവിനെ പൂജിക്കണം എന്ന് ശുക്രാചാര്യർ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും പ്രഹ്ലാദന് കേൾക്കണില്ല. അപ്പോഴാണ് ശുക്രാചാര്യർക്ക് മനസ്സിലായത് ഇത് ഒരു നടക്ക് പോയില്ല. ഈ പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ പോയാ എന്റെ തലയും കൂടെ പോകും എന്ന് മനസ്സിലായെന്നാണ് ആ ശുക്രാചാര്യർക്ക്. അതുകൊണ്ട് ശുക്രാചാര്യർ പണി ചെയ്തു. ചണ്ടാമർക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പുത്രന്മാരുണ്ട്, പറഞ്ഞ അവരെ അങ്ങ് ഏൽപ്പിച്ചു എന്നാ. തന്റെ പുത്രന്മാരെ, ശുക്രാചാര്യരുടെ പുത്രന്മാരെ പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നാണ്. അങ്ങനെ പിന്നീട് പഠനമൊക്കെ ശുക്രാചാര്യരുടെ മക്കളാണ്. ആ മക്കളൊക്കെ പഠിപ്പിച്ചാലും പ്രഹ്ലാദന്റെ തലയൊന്നും തിരിഞ്ഞിട്ടില്ല, നാരായണനെ തന്നെ ഭജിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പാഠശാലയിൽ നിന്ന് ഒരു പ്രാവശ്യം തിരിച്ച് ആ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ എത്തി എന്നുള്ളതാണ്. അങ്ങനെ തന്റെ ഉണ്ണിയെ കണ്ടതോടുകൂടി പ്രഹ്ലാദന് സന്തോഷമായി. പ്രഹ്ലാദൻ ഓടിപ്പോയി ആ ഉണ്ണിയെ എടുത്ത് തന്റെ മടിയിൽ വെച്ച് ഇങ്ങനെ താലോലിച്ചു. ഉണ്ണി, എന്തുണ്ട് വിശേഷം, എന്തൊക്കെയാണ് നീ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചു എന്നാണ്. അങ്ങനെ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അച്ഛാ, ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഹിത്വ ആത്മവാദം ഗൃഹം അന്ധകൂപം എന്നുള്ളതാണ്. ഈ ഗൃഹത്തിൽ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് അന്ധകൂപമാണ്. ഗൃഹം എന്ന് പറഞ്ഞാൽ ഒരു അന്ധകൂപമാണ്, പൊട്ടക്കിണറാണ്. അതിലിങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? വനം ഗതഃ, വനത്തിൽ പോണം. എന്നിട്ട് എന്ത് വേണം? ഹരി ആശ്രയേത, ഹരിയെ ഭജിക്കണം, നാരായണനെ ഭജിക്കണം എന്നങ്ങോട്ട് കേട്ടു.
ആ മുഖം അങ്ങോട്ട് വലിച്ചു എന്നാണ്. ആരുടെ? ഹിരണ്യകശിപുവിന്റെ മുഖം അങ്ങോട്ട് വലിച്ചു. പിന്നെ ഓർത്തു ചെറിയ കുട്ടിയല്ലേ, സാരമില്ല. അത് കേട്ടിട്ട് ഹിരണ്യകശിപു ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു എന്നാണ്. എന്നിട്ട് ആ ശുക്രാചാര്യരുടെ പുത്രന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ തന്നെയാണോ ഇവനെ പഠിപ്പിക്കണത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് വേറെ ആരോ വന്ന് ഇവനെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവൻ പറയണത് കേട്ടോ, ഹരിയെ ആശ്രയിക്കണം എന്നാ പറയണത്. അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതുണ്ടാവരുത്, ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആ പ്രഹ്ലാദനെ തിരിച്ച് അവരോട് വിടുകയും ചെയ്തു എന്നാണ്. അങ്ങനെ അവർ തിരിച്ചുപോയി. ആ തിരിച്ചുപോയി കുറെ കാലം കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും അവിടെ എത്തി. അതായത് തിരിച്ച് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി എന്ന് പറയാം. പഴയ പോലെ തന്നെ ആ പ്രഹ്ലാദനെ വെച്ച് തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് വളരെ സന്തോഷത്തോടു കൂടി ചോദിച്ചതാ, എന്താ കുട്ടാ നീ പഠിച്ചത്? നീ എന്താണ് ഇപ്പൊ പഠിച്ചത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോ വീണ്ടും പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് മനസ്സിലായി, ഈ വനത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നിന്റെ ബുദ്ധി നേരായ രീതിയിൽ വരണുണ്ട്. കാരണം വനത്തിൽ പോയി തപസ് ചെയ്യാന്നുള്ളതൊക്കെ നാരായൺ പോലെയുള്ളവരുടെ പരിപാടികളാണ്. ഹിരണ്യകശിപുവിന് അതൊന്നുമില്ല. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നേടണം. അതിൽ ധർമ്മത്തെ കുറിച്ച് ഒരു ധാരണയില്ല, മോക്ഷത്തെ കുറിച്ച് ഒരു ധാരണ ആർക്കില്ല. ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഹിരണ്യകശിപുവിന്റെ പാഠശാലയിലുള്ളൂ. അത് കാമവും അർത്ഥവും മാത്രമാണ്. ധനം സമ്പാദിക്കുക, അടിച്ചു പൊളിക്കുക, അതാണ് കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാ വരണത്. പൈസ ഉണ്ടാക്കുക, ആഗ്രഹങ്ങൾ തീർക്കുക, അത് മാത്രമേ ഹിരണ്യകശിപുവിനുള്ളൂ. ധർമ്മവും ഇല്ല, മോക്ഷവും ഇല്ല. അപ്പൊ ഹിരണ്യകശിപുവിന് മനസ്സിലായി, വനത്തിലൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായല്ലോ. കുട്ട, നീ പ്രഹ്ലാദൻ പഠിച്ചത് ഇപ്പൊ ശരിയായ രീതിയിൽ തന്നെയാണ് എന്ന് മനസ്സിലായി. പിന്നെ എന്തൊക്കെ പഠിച്ചു? കേൾക്കട്ടെ അച്ഛൻ, കേൾക്കട്ടെ, എന്താ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് പ്രഹ്ലാദൻ അവിടുന്ന് പറയാണ്, ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അതിമനോഹരമായിട്ടുള്ള ഒരു വരി. അതങ്ങോട്ട് കേട്ടതോടുകൂടി ഹിരണ്യകശിപുവിന് അങ്ങനെ സന്തോഷമായെന്നാ പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഓരോന്നോരോന്ന് ഇങ്ങനെ നിർത്തി പറഞ്ഞു എന്നാ. ശ്രവണം. അപ്പൊ ഹിരണ്യകശിപു പറഞ്ഞു, ശരിയാണ്, കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? എന്റെ നാമങ്ങളെ കേൾക്കണം എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? നന്നായിട്ടുണ്ട്, അങ്ങനെ തന്നെയാ പഠിക്കേണ്ടത്. ശ്രവണം. ഇനി എന്താണ്? കീർത്തനം. എന്റെ നാമങ്ങളെ കേട്ടാൽ മാത്രം പോരാ, അത് പ്രകീർത്തിക്കണം. എല്ലായിടത്തും പാടി നടക്കണം. ഹിരണ്യകശിപു ജയിക്കട്ടെ എന്നിങ്ങനെ പാടി നടക്കണം. കേമായിട്ടുണ്ടുണ്ണി, കേമായിട്ടുണ്ട്. പിന്നെ എന്താണ് ചോദിച്ചു? സ്മരണം. അതെ, എന്നെ തന്നെ സ്മരിക്കണം. എന്റെ ദാസന്മാര് എന്നെയല്ലേ സ്മരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്നെ തന്നെ സ്മരിക്കണം. ഇനി എന്താണ്? പാദസേവനം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാ. എന്താണ്? ആരെങ്കിലും വന്ന് കാലേ പിടിച്ച സന്തോഷം. അതുകൊണ്ട് പാദസേവനം അതാവാം, അത് തന്നെയാ വേണ്ടത്. പാദസേവനാണ് വേണ്ടത്. അർച്ചനം, അർച്ചിക്കാം, പൂക്കൾ വേണമെങ്കിൽ അർച്ചിക്കാം, പാലുകൊണ്ട് അഭിഷേകം ചെയ്യാം, എല്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഉണ്ണി. നന്നായിട്ടുണ്ടല്ലോ പഠനം. ഇനി എന്താണെന്ന് ചോദിച്ചു. വന്ദനം. വന്ദിച്ചോളൂ, എന്നെ നമസ്കരിച്ചോളൂ. ഇവിടെ വരണ എല്ലാവരും എന്നെ നമസ്കരിക്കട്ടെ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ. ഇനി ദാസ്യം. അതല്ലേ, എല്ലാവരും എന്റെ ദാസന്മാരല്ലേ, ഞാനല്ലേ ഈ രാജ്യത്തിന്റെ രാജാവ്, അതുകൊണ്ട് ഈ കാണുന്നതായിട്ടുള്ള സർവവും എന്റെ ദാസന്മാരല്ലേ, അതുകൊണ്ട് എല്ലാവരും ദാസ്യമാണ്. കേമായിട്ടുണ്ട് ഉണ്ണി എന്നാണ്. ഇനി എന്താണ്? സഖ്യം ആത്മനിവേദനം. അതൊന്നും മനസ്സിലായില്ല. അതൊന്നും ഹിരണ്യകശിപുവിന് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സഖ്യം ആത്മനിവേദനം എന്ന് പറഞ്ഞാല് അതൊന്നും മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല. എന്തായാലും കേമായിരിക്കും, ഇതിന്റെ കൂടെയുള്ളത് തന്നെയാണല്ലോ. എന്തായാലും നന്നായിട്ടുണ്ടോ, നീ നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, മനോഹരമായിട്ടുള്ള ശ്ലോകമാണല്ലോ, ഒന്നുകൂടെ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒന്നുകൂടെ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് വ്യക്തമായിട്ട് പ്രഹ്ലാദൻ ഒന്നുകൂടെ ചൊല്ലിക്കൊടുത്തു എന്നാണ്. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതിന്റെ ഇടയിൽ ഒരു രണ്ടക്ഷരം കേട്ടില്ല മുമ്പേ. ഹിരണ്യകശിപു കേട്ടില്ലായിരുന്നു. വിഷ്ണോഹോ എന്നുണ്ട്. അപ്പൊ വിഷ്ണുവിനെയാണ് സ്മരിക്കേണ്ടത്, വിഷ്ണുവിനെയാണ് കീർത്തിക്കേണ്ടത്, വിഷ്ണുവിനെയാണ് സ്മരണം ചെയ്യേണ്ടത്, വിഷ്ണുവിനെയാണ് പാദസേവനം ചെയ്യേണ്ടത് എന്നല്ലേ ദുഷ്ട നീ ഇപ്പൊ എന്റെ മടിയിലിരുന്നു കൊണ്ട് പറഞ്ഞത് എന്ന് ഹിരണ്യകശിപു ചോദിച്ചതാണ്. അത് കേട്ടതോടുകൂടി എന്ത് ചെയ്തു? തന്റെ ഇടത് കൈ കൊണ്ട് തന്റെ മടിയിലിരുന്നായിട്ടുള്ള തന്റെ 5 വയസ്സുള്ള പ്രഹ്ലാദനെ തട്ടി താഴേക്ക് അങ്ങോട്ട് എറിഞ്ഞതാണ്. എന്നിട്ട് ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ദൈതേയ ചന്ദനവതേ ജാതോയം കണ്ടകദ്രുമ. ഈ മനോഹരമായിട്ടുള്ള അസുരന്മാർ നിറഞ്ഞു നിൽക്കുന്ന ചന്ദനവനത്തിൽ ഉണ്ടായതായ മുൾച്ചെടിയല്ലേ നീ എന്ന് ചോദിച്ചതാണ്. ഈ വംശത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ജനിച്ചതായിട്ടുള്ള ക്രൂരനല്ലേ നീ എന്ന് കൈ ഉയർത്തി ചോദിച്ചതാണ്. എന്നിട്ട് എന്താണ്? ശുക്രന്റെ ഗുരുവിന്റെ പുത്രന്മാരോട് ചോദിച്ചു, ഇതാര് പഠിപ്പിച്ചു ഇവനെ?
ഈ വൃത്തികേട് വിഷ്ണുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ആരെ പഠിപ്പിച്ചതാണ്? അവരിങ്ങനെ മുട്ടിങ്ങനെ ഇടിച്ചിടിച്ച് വരച്ച് പറഞ്ഞു, നമൽപ്രണീതം പരപ്രണീതം. ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ഇത് മറ്റുള്ളവർ പഠിപ്പിച്ചൊന്നുമല്ല, ആരും കയറി വന്ന് പഠിപ്പിച്ചൊന്നുമല്ല, ഇത് ഈ കൊച്ചിന്റെ ഉള്ളിലുള്ളതാണ്. ഇത് എത്ര പറിച്ചു കളഞ്ഞാലും പോണില്ല. ഞങ്ങൾ ഇത്രയും കാലം നോക്കിയത് അതാ. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു പണിയല്ല. ഇതുകൊണ്ടാണ് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് അവർ പറഞ്ഞെന്നാണ്. ഉടൻ തന്നെ ചോദിച്ചു, ആരാടാ ഈ ഹരിയെ കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചെന്നാണ്. അപ്പൊ പറഞ്ഞു, അതിനൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ. ഈ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ അതിതേജസ്സായിട്ടുള്ള ഭഗവാനെ കുറിച്ച് ആര് പറഞ്ഞു തരാം? ഈ ലോകം മുഴുവൻ ഭഗവാനെ അല്ലേ പാടണത്? അത് എന്റെ ഉള്ളിലും ആ ഭഗവാനെ തന്നെയല്ലേ പാടണത് എന്ന് ചോദിച്ചെന്നാണ്. ഉടൻ തന്നെ ആ ഹിരണ്യകശിപുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. എന്നിട്ട് തന്റെ ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഇനി ഇവനെ വച്ചു പറപ്പിച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊന്നുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപുവിന്റെ ഭൃത്യന്മാര് കൊണ്ടുപോയി. ആ ഹിരണ്യകശിപുവിന്റെ പുത്രനായുള്ള പ്രഹ്ലാദനെ അവര് പല രീതിയിൽ കൊല്ലാൻ നോക്കി എന്നാ പറഞ്ഞത്. എന്താണ്? പാമ്പിനെ കൊണ്ട് കുത്തിക്കുക, അതുപോലെ തന്നെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉരുട്ടി താഴേക്കിടുക, ആനയെ കൊണ്ട് കുത്തിക്കുക, അതുപോലെ തന്നെ നദിയിൽ മുക്കിക്കൊല്ലുക, സിംഹത്തെ കൊണ്ട് കടിപ്പിക്കുക, ഇങ്ങനെ പല രീതിയിലും കൊല്ലാൻ നോക്കി എന്നാ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ പ്രഹ്ലാദൻ നാരായണ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ്, ഈ ചെയ്തതായിട്ടുള്ള ഒരു പ്രവൃത്തിയും ആ പ്രഹ്ലാദനെ ഏൽക്കണമില്ല. എന്താണ്? ആനയെ കൊണ്ട് കുത്തിക്കാൻ വരുന്ന സമയത്ത് ആന വന്ന് കുത്തും, പക്ഷെ കുത്തണത് ആരാ? ഈ ഭൃത്യന്മാരെ തന്നെ കുത്തുക. പാമ്പിനെ കൊണ്ട് ദംശിക്കാൻ വരുന്ന സമയത്ത് പാമ്പ് കുത്തുന്നത് ഈ കൂടെയുള്ള ഭൃത്യന്മാരെ തന്നെ കുത്തും. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉരുട്ടിയിടാൻ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആരാ ഉരുണ്ടു വീഴുന്നത്? ഇവര് തന്നെ ഉരുണ്ടു വീഴും. ഇത് പ്രഹ്ലാദനെ ഏൽക്കണതേ ഇല്ല. അവര് നിവൃത്തിയില്ലാണ്ട് പറഞ്ഞു, ഇവനെ കൊല്ലാനൊന്നും പറ്റില്ല, ഇവനെ അനങ്ങാതെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വരുണപാശം കൊണ്ട് കെട്ടി അങ്ങനെ ഇടാം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ പ്രഹ്ലാദനെ വരുണപാശം കൊണ്ട് കെട്ടി അങ്ങനെ ഇട്ടു എന്നുള്ളതാണ്. എന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കാനൊക്കെ നോക്കി എന്നാ പറയണത്. അതൊന്നും പ്രഹ്ലാദനെ ബാധിക്കുന്നതേ ഇല്ല പറയാണ്. അങ്ങനെ വരുണപാശത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ആര്? പ്രഹ്ലാദൻ. അങ്ങനെ അവിടുന്ന് ആ ഭൃത്യന്മാര്, ആ ഹിരണ്യകശിപുവിന്റെ ഭൃത്യന്മാരങ്ങൾ ഇറങ്ങിപ്പോയ സമയത്ത് കുറെ മുനികുമാരന്മാരുണ്ട്, ഈ പാഠനത്തിന് വേണ്ടി അവിടെ വന്നിട്ടുള്ളവരാ. അവരൊക്കെ ഇങ്ങനെ വന്ന് ഈ പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദൻ നിനക്ക് എവിടുന്ന് കിട്ടി ഈ അറിവ്? ഈ നാരായണനെ കുറിച്ചുള്ള അറിവ് നിനക്ക് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിച്ചതാണ്. അപ്പൊ പ്രഹ്ലാദൻ പറയാണ്, എന്റെ അമ്മയെ നാരദ മഹർഷി സംരക്ഷിച്ചുകൊണ്ടിരുന്നതായ കാലഘട്ടത്തിൽ നാരദ മഹർഷിയുടെ കൊട്ടാരത്തിലാണ് ഞങ്ങൾ പോയി താമസിച്ചത്. അവിടെ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ആ നാരദ മഹർഷി ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരും. രാവിലെയും പകലെന്നില്ലാതെ രാത്രിയെന്നില്ലാതെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്നതായിട്ടുള്ള ഞാൻ ആ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ട് ആ ഭഗവാനോട് ഭക്തിയുള്ളവനായി തീർന്നു. എൻ്റെ മനം നിറയെ ഭഗവാനായി തീർന്നു എന്ന് പറയാണ്. അങ്ങനെ ആ ഭഗവാനെ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. ആ നാരദ മഹർഷി പറഞ്ഞ് എൻ്റെ ഹൃദയത്തില് ആ നാരായണനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ്, ആ ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകളും എന്ത് ചെയ്യണം? ഭാഗവത കഥകളെ ഇങ്ങനെ കേൾക്കണം. ആ ഭാഗവത കഥകളെ കേട്ടിട്ട് ഗർഭിണിയായുള്ള സ്ത്രീ നന്നായിക്കൊള്ളണമെന്നൊന്നുമില്ല. കയാദുവിനെ പോലെ ഭർത്താവിന്റെ കൂടെ തന്നെ ആവും, എന്നാൽ ഉള്ളിലുള്ള കുട്ടി നന്നാവും. അതുകൊണ്ടാണ് ഗർഭിണികൾ കേൾക്കുന്നത് പറഞ്ഞത്. ആ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഭഗവത് കഥകൾ കേട്ടിട്ടാണ് പ്രഹ്ലാദൻ ഭാഗവതോത്തമനായിട്ട് മാറിയത്. ഭഗവാൻ പറയും, എന്റെ ഭക്തന്മാരിൽ ഒന്നാമത് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ പറയും അത് പ്രഹ്ലാദനാണ് എന്ന് പറയും. പ്രഹ്ലാദൻ ഭക്തോത്തമനാണ്. എത്രയോ ആളുകൾ, രാജാക്കന്മാര്, മനുഷ്യര്, ദേവന്മാര്, ഗന്ധർവന്മാരൊക്കെ ഭഗവാനെ ഭജിക്കുന്നുണ്ട്. എന്നിട്ടും ഭഗവാൻ പറയാണ്, എന്റെ ഭക്തന്മാരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു അസുരനാണ്. അതാരാ? പ്രഹ്ലാദനാണ് എന്ന് പറയാ. ആ പ്രഹ്ലാദൻ അങ്ങനെ ആയിത്തീരാനുള്ള കാരണം, ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് നാരദ മഹർഷി ആ പൊഴിച്ചു കൊടുത്തായിട്ടുള്ള അമൃതധാര, ഭഗവാന്റെ കഥയാവുന്ന അമൃതധാര ഇങ്ങനെ കുടിച്ചിട്ടാണ് ആ പ്രഹ്ലാദൻ ഇങ്ങനെ ഭഗവത് ഭക്തനായി ഗോവിന്ദ പരിരംഭണനായിട്ട് തീർന്നതെന്ന് പറയാം. എന്നിട്ട് ആ മുനികുമാരന്മാരെ ഉപദേശിച്ചു, നിങ്ങളെ ഇതൊക്കെ തുടങ്ങേണ്ടത് എവിടെ വെച്ചാന്നറിയോ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങണം. കൗമാരേലാചരേൽ പ്രാജ്ഞ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ ഭഗവത് ഉപാസന നിങ്ങൾ ഇങ്ങനെ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ ജീവിതത്തിൽ ഇത് ഫലിക്കുകയുള്ളൂ പറയാം. കാരണം ജീവിതത്തിന്റെ 100 വയസ്സ് ആയുസുള്ള ഒരാള് 50 വയസ്സ് വരെ, അതായത് 50 വർഷവും ഉറങ്ങി തീർക്കും. അങ്ങനെയാ, നമ്മളൊക്കെ അങ്ങനെയാ. നമുക്ക് 100 വയസ്സുണ്ടെങ്കിൽ അതിന്റെ പകുതി നമ്മൾ ഉറങ്ങി തീർക്കും. രാത്രി കിടന്ന് ഉറങ്ങാണല്ലോ, രാത്രി എഴുന്നേറ്റ് നടക്കണവരുണ്ട്, അത് വേറെ കാര്യം. കാര്യങ്ങൾക്ക് എന്താ ചെയ്യാന്നറിയോ? ഉറക്കമില്ലാണ്ട് എങ്ങനെ എഴുന്നേറ്റ് നടക്കുമല്ലോ.
ഉറക്കില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട്. അവർക്ക് ആകെ കൂടി എന്താ കേൾക്കാൻ പറ്റുള്ളൂ? വെച്ചിങ്ങനെ കേൾക്കാം. ക്ലോക്കിന്റെ ശബ്ദം. രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ഇരിക്കണവർക്കറിയാം. അങ്ങനെയുള്ളവരുണ്ട്. അതല്ലാതെ പ്രഹ്ലാദൻ പറയാണ് എന്താണ്, പകുതി സമയം നമ്മൾ ഉറങ്ങിത്തീർക്കും, ബാക്കിയുള്ള ആയുസ് 50 വയസ്സ് വരെയുള്ളൂ. ഈ 50 വയസ്സിൽ ആദ്യത്തെ 10 വർഷം എന്താവും? കൗമാരമായിട്ട് പോകും, ചെറിയ കുട്ടിയായിട്ട് പോകും, വിവരമൊന്നും അങ്ങോട്ട് നേരാവണ്ണം ഉദിച്ചിട്ടുണ്ടാവില്ല, അതങ്ങോട്ട് പോകും. പിന്നെ യൗവനയുക്തനായി തീരും. യൗവനയുക്തനായി തീർന്നാൽ പിന്നെ എന്താണ്, കുറെ എന്താണ് പ്രിയം പ്രിയേവ, ആ പ്രിയയുടെ പുറകെ ഇങ്ങനെ പോകും, പ്രിയകന്മാരുടെ പുറകെ, അങ്ങനെയാണ് പെണ്ണുങ്ങളുടെ പുറകെ പോകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലത്തെ പരിപാടി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഗാർഹസ്ഥ്യം സ്വീകരിക്കും. കല്യാണമൊക്കെ കഴിച്ച പ്രാരാബ്ധാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല, ഗാർഹസ്ഥ്യം സ്വീകരിച്ചവരായിരിക്കുമല്ലോ മിക്കവരും. അപ്പൊ പിന്നെ പ്രാരാബ്ധമാണെന്ന് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊരു 10 കൊല്ലം അങ്ങനെയും പോകും. അപ്പൊ എന്തായി, 35 കൊല്ലം അങ്ങനെ തീർന്നു. ഇനിയുള്ളത് ആകെ 15 കൊല്ലം. ഈ 15 കൊല്ലം വാർദ്ധക്യം ഉണ്ടാവും. വാനപ്രസ്ഥ സന്യാസം എന്നൊക്കെ പറഞ്ഞ് വാർദ്ധക്യമായിട്ട് മനസ്സോടുന്നതിന്റെ പുറകെ ശരീരം ഓടില്ല. അങ്ങനെയാണല്ലോ. നടയൊക്കെ കയറി മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം, പക്ഷെ നടയൊന്നും കയറാൻ പറ്റൂല. ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്താന്ന് ചോദിച്ചാൽ പറയും, ഈ ശരീരം കയറി പോകണ്ടേ, മനസ്സ് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയം വാർദ്ധക്യം എന്ന് പറയുന്നത്. അതും 10 പോവും. പിന്നെ ആകെ കിട്ടുന്ന വളരെ അല്പസമയം, ആ ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് വളരെ അല്പമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് കിട്ടുക. ആ സമയം പോരാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൗമാരേൽ ആചരേൽ പ്രാജ്ഞ എന്ന് പറയാണ്. അങ്ങനെ ആ കുട്ടികള് എന്ത് ചെയ്യണു? ആ പ്രഹ്ലാദന്റെ ഉപദേശങ്ങൾ ഇങ്ങനെ കേട്ട് ആ മുനികുമാരന്മാരുടെ, ശുക്രാചാര്യരുടെ പാഠശാലയിലുള്ള മുനികുമാരന്മാരുടെ ഉള്ളിലും ആ ഭഗവത് ഭക്തി അങ്ങോട്ട് വളർന്നു എന്നാ പറയണത്. അങ്ങനെ ഭഗവത് ഭക്തി അങ്ങോട്ട് വളർന്നു. ശുക്രാചാര്യരുടെ പുത്രന്മാർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്താണെന്നറിയോ? വരുണപാശത്തിൽ ബന്ധിച്ചതായിട്ടുള്ള പ്രഹ്ലാദൻ നടുക്ക് നിൽക്കുന്നുണ്ട്. ആ നടുക്ക് നിൽക്കുന്ന പ്രഹ്ലാദന് ചുറ്റും ഈ മുനികുമാരന്മാരിങ്ങനെ വട്ടത്തിൽ കറങ്ങി മുകളിലേക്ക് കൈ പിടിച്ച് കൊട്ടിക്കൊണ്ട് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്നിങ്ങനെ ജപിച്ച് നടക്കുക കാണുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആകെ മാറി മറിഞ്ഞിരിക്കണു. ഇതിന് കാരണക്കാരനാതാ ഈ നടുക്ക് നിൽക്കുന്ന പ്രഹ്ലാദൻ തന്നെയാണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. ഒരെണ്ണം തന്നെ ആ ശുക്രന്റെ പുത്രന്മാര് ആ പ്രഹ്ലാദനെ വരുണശാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ ഹിരണ്യകശിപുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തിയതാണ്. എന്നിട്ട് പറഞ്ഞു, ഇവൻ എന്താണ്? ഇവൻ നമ്മുടെ കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി ജന്മം എടുത്തിരിക്കുന്ന അസുരവിത്താണ്. അസുരവിത്ത് എന്ന് പറയാൻ പറ്റില്ല, ദേവവിത്ത് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെയല്ലേ അസുരന്മാര്. അതുകൊണ്ട് ഇവൻ ദേവവിത്താണ്, ഇവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ കുമാരന്മാരെ മുഴുവൻ ഇവൻ വഴിതെറ്റിച്ചു എന്ന് പറയാണ്. ഇതങ്ങോട്ട് കേട്ടതോടുകൂടി പിന്നെ ഹിരണ്യകശിപുവിന് അങ്ങോട്ട് ജ്വലിച്ചു എന്നാണ്. കോപം അങ്ങോട്ട് കത്തി ജ്വലിച്ചു എന്ന് പറയാണ്. ആ ഹിരണ്യകശിപുവിന്റെ കോപം അങ്ങോട്ട് കത്തി ജ്വലിച്ചു. ആ ദേഷ്യത്തിലെ കണ്ണുകൾ അങ്ങോട്ട് ഉരുണ്ടുകൂടി, ആ പുരിക അങ്ങോട്ട് വളഞ്ഞു, അതുപോലെ തന്നെ മൂക്ക് അങ്ങോട്ട് ചുമന്നു, ആ ദംഷ്ട്രകൾ അങ്ങോട്ട് കുറുകി. അങ്ങനെ തന്റെ കയ്യിൽ കിടന്നതായിട്ടുള്ള ആ വാളങ്ങട് ഊരി അങ്ങോട്ട് എടുത്തു. തന്റെ ഉറിയിൽ കിടന്നതായിട്ടുള്ള വാളങ്ങട് ഊരി എടുത്തിട്ട് ആ ഇവനെ നോക്കിയിട്ട് പറഞ്ഞു, വൃത്തികെട്ടവനെ, ദുർവിനീത, അതുപോലെ തന്നെ മന്ദാത്മൻ, കുലഭേദ കരാധമ എന്ന് പറഞ്ഞതാണ്. അല്ലയോ ദുർവിനീത, നിനക്ക് വിനയമില്ലാത്തവനെ, അതുപോലെ തന്നെ ഈ കുലം മുടിക്കാനായിട്ട് വന്നു ജനിച്ചതായിട്ടുള്ള വിത്തെ, ആ വിഷവിത്തെ എന്നൊക്കെ അങ്ങോട്ട് വിളിച്ചു എന്നാണ്. അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, സ്തബ്ധം മൽ ശാസനോദ്ഭൂതം നേഷ്യത്വ ആദ്യ യമക്ഷയം, നിനക്ക് ഈ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാരായണൻ എന്ന് പറയാനുള്ള ധൈര്യം തന്നത് ആരാണ് എന്ന് ചോദിച്ചെന്നാണ്. അപ്പോ വളരെ ശാന്തമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു, സംശയമൊന്നുമില്ല അച്ഛാ, അച്ഛനും എനിക്കും ഒക്കെ വാക്കുകളെ ഉച്ചരിക്കാനുള്ളത് ഒരക്ഷരമെങ്കിലും ഉച്ചരിക്കാനുള്ള ശക്തി തരണത് ആ നാരായണനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേ നാരായണൻ തന്നെയാണ് എന്റെ നാവുകൾക്കും ഈ ശക്തി പറഞ്ഞു തന്നത്, അതിന് യാതൊരു സംശയവുമില്ല അച്ഛാ എന്ന് പറഞ്ഞതാണ്. ഉടൻ തന്നെ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് കൂടി ഹിരണ്യകശിപു ചോദിച്ചു, നീ പറയുന്നുണ്ടല്ലോ എല്ലാവരുടെയും ശക്തി എന്ന് പറയണത് ഈ നാരായണാണെന്ന് നീ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നാരായണൻ എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചതാണ്. അപ്പൊ പറഞ്ഞു, ആ പ്രഹ്ലാദൻ അതേ ശാന്ത സ്വരത്തിൽ പറഞ്ഞു, ഈ കാണുന്ന സർവ്വതിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ഈ കാണുന്ന സർവ്വതിലും ആ ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അച്ഛാ, എല്ലാത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഹിരണ്യകശിപു ചുറ്റും ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, ആദ്യം എന്ത് ചെയ്യണം? ഈ ദേഷ്യത്തെ കുറയ്ക്കണം. ഈ ദേഷ്യം കുറച്ച് മനസ്സിനെ സമാധാനമാക്കി വെച്ച് സ്വസ്ഥമാക്കി ഒന്ന് കണ്ണുകൊണ്ട് നോക്കൂ, ആ ഭഗവാനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. പറഞ്ഞ ഹിരണ്യകശിപുവിന് ദേഷ്യം കൂടുക ചെയ്തത്. ദേഷ്യം അങ്ങോട്ട് കൂടി അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി, പെരുവിരൽ മുതൽ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ആ വിറയിൽ തന്റെ ആ കയ്യിൽ ഉയർത്തിപ്പിടിച്ചതായിട്ടുള്ള വാളിങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കൊട്ടാരം, ഈ കൊട്ടാരം പണിതിരിക്കുന്നത് എന്റെ കാശുകൊണ്ടാ,
അതുപോലെ തന്നെ എന്റെ കാശ് കൊണ്ട് എന്റെ പണിക്കാര് പണിതതാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത്. ഈ കൊട്ടാരത്തിലെ ഈ തൂണുകളില്, അതുപോലെ തന്നെ ഈ ഭിത്തിയില്, ഈ സിംഹാസനത്തിലൊക്കെ നീ നിന്റെ വിഷ്ണുവിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ്. അപ്പോ അതേ ശാന്തഭാവത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ടല്ലോ അച്ഛാ, സർവത്ര ദൃഷ്ടും ശക്യതേ, എല്ലായിടത്തും എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലായിടത്തും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതങ്ങോട്ട് കേട്ടതോടുകൂടി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹിരണ്യശിപു അങ്ങോട്ട് ദേഷ്യം വന്ന് അങ്ങോട്ട് ഖ്വാസോ, എവിടെയാണ് നിന്റെ നാരായണൻ എന്ന് ചോദിച്ചത്. എവിടെയാണ് നാരായണൻ എന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി, എന്നിട്ട് തന്റെ മുമ്പിൽ നിന്നായിട്ടുള്ള ആ തൂണിലേക്ക് നോക്കി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, എന്റെ പൈസ കൊണ്ട് എന്റെ ഭൃത്യന്മാര് പണിതുയർത്തിയതായിട്ടുള്ള ഈ തൂണിലുണ്ടോ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചതാണ്. അതേ ശാന്തഭാവത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു, അതിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അച്ഛാ, എനിക്ക് അതിലും ആ ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞെന്നാണ്. അതങ്ങോട്ട് കേട്ടതോടുകൂടി ഹിരണ്യശിപു തന്റെ ഉറയിൽ നിന്ന് ഊരിയെടുത്തായിട്ടുള്ള ആ വാള് അങ്ങോട്ട് ഉയർത്തി അങ്ങോട്ട് പിടിച്ചു. തന്റെ വലത് കാല് പുറകോട്ടൊന്ന് വെച്ച് ഇടത് കാല് മുന്നോട്ടൊന്ന് ഉയർത്തി ആഞ്ഞൊന്ന് ചവിട്ടി അട്ടഹാസം അങ്ങോട്ട് മുഴക്കിക്കൊണ്ട് തന്റെ കയ്യിലിരുന്ന വാള് കൊണ്ട് ആ തൂണിനെ നോക്കി ഗംഭീരമായിട്ടൊന്ന് അങ്ങോട്ട് വെട്ടി എന്നാണ് പറഞ്ഞത്. എത്ര ഗംഭീരമായിട്ടുള്ള അട്ടഹാസമാണോ ഹിരണ്യകശിപു മുഴക്കിയത്, അതിന്റെ 1000 ഇരട്ടി 10,000 ഇരട്ടി ശബ്ദത്തില് ഗംഭീരമായിട്ടുള്ള ഒരു അട്ടഹാസം, 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തില് ഗംഭീരമായിട്ടുള്ള ഒരു അട്ടഹാസത്തോടു കൂടി ആ തൂണങ്ങട് പിളർന്നു. ആ തൂണ് പിളർന്നപ്പോ ആ തൂണിൽ നിന്നും അതിഭയാനകമായിട്ടുള്ള ഒരു സ്വരൂപം ആ ഹിരണ്യശിവുവിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചാടി അങ്ങോട്ട് വീണു എന്നാണ് പറയുന്നത്. ഹിരണ്യശിവു തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അതിഗംഭീരമായിട്ടുള്ള രൂപം. എന്ത് രൂപം ഇത്! ഇതുവരെ ലോകം കാണാത്തതായിട്ടുള്ള അത്യത്ഭുതമായിട്ടുള്ള നരഹരി രൂപത്തില് ആ ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഹിരണ്യശിവു അടിമുടി ഒന്ന് നോക്കണ സമയത്താണ് കണ്ടത്, ഇതാ മുകളില്, കഴുത്തിന് മുകളില് സിംഹത്തിന്റെ മുഖം, ആ കഴുത്തിന് താഴേക്ക് മനുഷ്യന്റെ രൂപം. ആ മുഖത്തേക്കൊന്ന് നോക്കിയെന്നാണ്. ഇങ്ങനെ കത്തി ജ്വലിക്കുന്നതായിട്ടുള്ള തീക്കട്ടകൾ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള കണ്ണുകള് ആ ഹിരണ്യകശിപുവിന് കാണാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ക്രോധം കൊണ്ട് വളഞ്ഞൊടിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പുരികക്കൊടികള് ഇങ്ങനെ കാണാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തന്റെ കോപത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ആ ചൊമ്പ്, ആ കവിളുകൾ ഇങ്ങനെ തുടുത്തു നിൽക്കുന്നത് കണ്ടു. ആ മൂക്കിന്റെ നാസികയുടെ അഗ്രഭാഗത്തായിട്ട് ആ ദേഷ്യത്തിന്റെ ചുമപ്പ് ഇങ്ങനെ ജ്വലിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മാംസം തേടി നടക്കുന്നതായിട്ടുള്ള വളഞ്ഞ ദംഷ്ട്രകള് നാക്കിന്റെ 2 വശത്തു നിന്നും താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തദാഹിയായിട്ടുള്ള നാക്ക് താഴേക്ക് വളഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോധം കൊണ്ട് വിറയ്ക്കുന്നതായിട്ടുള്ള ആ സടാകേസരങ്ങൾ ഇങ്ങനെ ഉണർന്ന് ജൃംഭിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ ആ ശത്രുവിനെ തേടി നടക്കുന്നതായിട്ടുള്ള ആ ഭീമാകാരമായിട്ടുള്ള നഖങ്ങള്, ഇങ്ങനെ കൂർത്തുമൂർത്തതായിട്ടുള്ള നഖങ്ങള് ആ കൈകളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. അതിഭീകരമായിട്ടുള്ള നരഹരി രൂപം ആ പ്രഹ്ലാദന്റെയും അല്ലെങ്കിൽ ഹിരണ്യശിവുവിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചാടി വീണു എന്ന് പറയാണ്. അത് കണ്ടതോടുകൂടി ബാക്കി എല്ലാവരും ഞടുങ്ങി. പക്ഷെ ഹിരണ്യശിവു മാത്രം ഞെട്ടിയില്ല എന്ന് പറയാണ്. കാരണം ഹിരണ്യശിവുവിന്റെ ഉള്ളിലുണ്ട്, ഇതെന്റെ ഭഗവാനാണ് എന്നുള്ള ആ ചിന്ത ആ ഹിരണ്യശിവുവിന്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിരണ്യശിവു ഞെട്ടിയില്ല. തന്റെ കയ്യിലിരുന്ന വാളെടുത്ത് ആഞ്ഞങ്ങോട്ട് വെട്ടാൻ നോക്കി. അതിനെ ഭഗവാൻ തന്റെ കൈ കൊണ്ട് അങ്ങോട്ട് തടഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം. ഹിരണ്യശിവുവിനെ പുറകോട്ട് തള്ളണു. ഹിരണ്യശിവു തന്റെ വാള് കൊണ്ട് വെട്ടാൻ വേണ്ടി വരണു. വീണ്ടും ഹിരണ്യശിവുവിനെ തള്ളുന്നു. തന്റെ കൈകളെടുത്ത് അമ്മാനമാടുന്നു. ഇടത് കൈയിൽ പിടിച്ചിട്ട് വലത് കൈയിലേക്ക് ഇടുന്നു, വലത് കൈയിൽ പിടിച്ചിട്ട് ഇടത് കൈയിലേക്ക് ഇടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ആ ഭീകരമായിട്ടുള്ള രൂപമായിട്ടുള്ള നരസിംഹമൂർത്തിയായുള്ള ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടെന്നാ. എന്തിനാ പുറത്തേക്ക് നോക്കണത്? സന്ധ്യയായോ നോക്കുകയാണ്. സന്ധ്യ ആയിട്ട് വേണേ ഇവനെ ശരിയാക്കാൻ. അതുകൊണ്ട് സന്ധ്യ ആയി എന്നങ്ങോട്ട് മനസ്സിലായതോടുകൂടി ഹിരണ്യശിവുവിന്റെ വലത് കൈ കൊണ്ട് ആ ഹിരണ്യശിവുവിന്റെ കഴുത്തിൽ അങ്ങോട്ട് പിടിച്ചു. ഇടത് കൈ കൊണ്ട് ഹിരണ്യശിവുവിന്റെ 2 കാലുകളും അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് മുന്നിലേക്ക് നടന്നു. ആ രാജകൊട്ടാരത്തിന്റെ കവാടത്തിലെ പടിയിൽ അങ്ങോട്ട് പോയി ഇരുന്നു. എന്നിട്ട് ആ ഹിരണ്യശിവുവിനെ തന്റെ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു എന്നാ പറഞ്ഞത്. എന്താണ്? സത്യം വിദാതും നിജ ഭൃത്യഭാഷിതം, എന്റെ ഭൃത്യന്മാരുടെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനായിട്ട് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചിരിക്കണു. എന്റെ ഭൃത്യനായിട്ടുള്ള ബ്രഹ്മാവ് കൊടുത്തതായ വരങ്ങളെല്ലാം സത്യമാകണം. അതുകൊണ്ടാണ് പടിയിൽ പോയിരുന്നത്. അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്. പിന്നെ ഇപ്പൊ എവിടെയാ? പടിയിൽ വെച്ചാ കൊല്ലണത്. പടി വെച്ച് കൊല്ലരുതെന്ന് വരം മേടിച്ചിട്ടില്ല. മുകളിൽ വെച്ച് കൊല്ലരുത്, താഴെ വെച്ച് കൊല്ലരുത്. പിന്നെ എവിടെയാ? എന്റെ മടിയിൽ വെച്ചാ കൊല്ലണത്.
അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ജീവനുള്ളവയെ കൊണ്ട് കൊല്ലരുത്, ജീവനില്ലാത്തവയെ കൊണ്ട് കൊല്ലരുത്. ഉപകരണങ്ങളെ കൊണ്ട്, യുദ്ധത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാള് പോലെയുള്ള ആയുധങ്ങളെ കൊണ്ട് കൊല്ലരുത്. ഇല്ല, കൊല്ലണില്ല. എന്റെ നഖം കൊണ്ടാ കൊല്ലണത്. നഖത്തിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനില്ല, പക്ഷെ അത് വളരുന്നില്ല എന്ന് ചോദിച്ചാൽ വളരുന്നുണ്ട്. അതുകൊണ്ട് ജീവനുണ്ടോ ജീവനില്ലേ അറിയില്ല. ആ നഖങ്ങളെ കൊണ്ടാ കൊല്ലണത്. അങ്ങനെ ആ ബ്രഹ്മാവ് കൊടുത്തതായിട്ടുള്ള ആ വരങ്ങളെല്ലാം സത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഹിരണ്യകശിപുവിനെ തന്റെ മടിയിലേക്ക് അങ്ങോട്ട് വലിച്ചു വെച്ചു. ആ പാദം മുതൽ ശിരസ് വരെ ഇങ്ങനെ തന്റെ ആ തീക്കട്ട പോലെ ജ്വലിക്കുന്നതായ കണ്ണുകളെ കൊണ്ടൊന്ന് നോക്കി, എന്നിട്ട് തന്റെ കൂർത്തുമൂർത്തതായിട്ടുള്ള ആ നഖങ്ങൾ ഹിരണ്യകശിപുവിന്റെ മാറിലേക്ക് അങ്ങോട്ട് ആഴ്ന്നങ്ങോട്ട് ഇറക്കി ആ വലിച്ചങ്ങോട്ട് കീറി എന്ന് പറയാണ്. ആ ഹിരണ്യകശിപുവിന്റെ മാറിടെ അങ്ങോട്ട് വലിച്ചു കീറി അതിൽ നിന്ന് അങ്ങോട്ട് ചുടുചോര ആ നരസിംഹ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ തെറിച്ചു എന്ന് പറയാം. എന്നിട്ട് ആ രക്തകണികകള് ആ സടാകേസരങ്ങളിൽ ഇങ്ങനെ മനോഹരമായിട്ട് വന്നിരുന്ന് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കണമെന്ന് പറയാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കി തന്റെ കൈകൾ രണ്ടും കൊണ്ട് ആ ഹൃദയത്തിലേക്ക് ഒന്ന് കുത്തി അതിൽ നിന്ന് കുറെ രക്തം ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് പാനം ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ പാനമുദീരയേത്, ഇങ്ങനെ പാനം ചെയ്തു. അതിന് വീണ്ടും എടുത്തു, വീണ്ടും പാനം ചെയ്തു. അതിനുശേഷം ഒന്നുകൂടി അങ്ങോട്ട് വലിച്ചു കീറി എന്ന് പറയാണ്. എന്നിട്ട് അതിൽ കടന്നതായിട്ടുള്ള ആ വലിയ കുടല്, ചെറുകുടല്, ഇങ്ങനെയുള്ള കുടലുകള് അതെല്ലാം തന്റെ കൈയിട്ട് ഇങ്ങനെ വലിച്ചു ഇങ്ങോട്ട് എടുത്തു. അതൊരു ആഭരണമാക്കി, ഒരു മാലയാക്കി തന്റെ കഴുത്തിൽ അങ്ങ് ഇട്ടു എന്ന് പറയാ ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഇങ്ങനെ തപ്പുകയാണ്. ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിന് തനിക്ക് വേണ്ടി ഇടിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹൃദയമുണ്ട്. ആ ക്രൂരമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉള്ളില്, ആ ഹൃദയത്തിനുള്ളില് നാരായണ നാരായണ ജപിക്കുന്നതായിട്ടുള്ള ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം ഇങ്ങനെ ഭഗവാൻ തപ്പി എന്നാ പറയണത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഹിരണ്യകശിപുവിന്റെ മാറിടത്തിൽ നിന്നും തന്റെ നഖങ്ങളെ കൊണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള, തന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള നാരായണ 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 എന്ന് ജപിക്കുന്നതായിട്ടുള്ള ആ ഹൃദയം അങ്ങോട്ട് വലിച്ചു പറിച്ചെടുത്ത് തന്റെ ഉള്ളിലേക്ക്, തന്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചു എന്ന് പറയാണ്. അങ്ങനെ ആ ഹിരണ്യകശിപുവിനെ ആ ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് പറയാണ്. തന്റെ ഭൃത്യന്മാരുടെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട്, ബ്രഹ്മാവ് കൊടുത്ത സർവ്വവരങ്ങളെയും സത്യമാക്കാൻ വേണ്ടിയിട്ട്, എല്ലായിടത്തും എന്റെ ഭഗവാനായിട്ടുള്ള നാരദൻ ഉണ്ടെന്ന് പറഞ്ഞ പ്രഹ്ലാദന്റെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട്, ആ നാരദൻ യുധിഷ്ഠിരന് കൊടുത്തതായ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട്, ഹിരണ്യകശിപു കൊടുത്തതായിട്ടുള്ള ആ ഹിരണ്യകശിപു ജയവിജയന്മാർക്ക് ശനകാദി മഹിഷീശ്വരന്മാർ കൊടുത്തതായിട്ടുള്ള വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട്, തന്റെ ഭൃത്യന്മാരുടെയും വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭഗവാന് വേണ്ടി തുടിക്കുന്നതായിട്ടുള്ള ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തെ തന്റെ മാറോട് ചേർത്തിട്ട് ആ മരിച്ചുപോയ ശവമായി തീർന്ന ആ ഹിരണ്യകശിപുവിന്റെ ജഡത്തെ തന്റെ കൈകൊണ്ട് തട്ടി താഴേക്ക് അങ്ങോട്ട് തെറിപ്പിച്ചിട്ടു എന്ന് പറയാം. അതിഭീകരമായിട്ടുള്ള ആ രൂപം, ആ ഭഗവാന്റെ നരസിംഹമൂർത്തി, ആ നരസിംഹമൂർത്തി ഇങ്ങനെ ആ പടിയിൽ ഇരുന്നു കൊണ്ട് സർവരെയും നോക്കിക്കൊണ്ട് എല്ലാവരും പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞത്. ആ ഹിരണ്യകശിപുവിന്റെ വധം കഴിഞ്ഞു, എങ്കിലും ഭഗവാന്റെ ദേഷ്യം അങ്ങോട്ട് കുറയണില്ല എന്നാ. ആര് പോയി സ്തുതിക്കും, ആര് പോയി കാൽക്കൽ വീണ് പ്രാർത്ഥിക്കും എന്നറിയില്ല. അവർ വിചാരിച്ചു ലക്ഷ്മി ദേവിയെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ലക്ഷ്മി ദേവിയെ കണ്ടാലെങ്കിൽ ഈ കോപം ഒന്ന് അടങ്ങിയാലോ എന്ന് വിചാരിച്ചതാണ്. അവനെ ലക്ഷ്മി ദേവിയെ വിളിച്ചു. ആ ലക്ഷ്മി ദേവി പറഞ്ഞു, സാധാരണ വീട്ടിലിരിക്കുമ്പോ പോലും തന്നെ കണ്ട കരി പോലും ദേഷ്യം പോവില്ല, ദേഷ്യം വരിക ചെയ്യാം. ഇങ്ങനെ ഭർത്താക്കന്മാരുടെ സ്വഭാവമാണ്. ഭാര്യമാർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ദേഷ്യം വരിക ചെയ്യാം. അപ്പൊ ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാനൊന്നും പറയണില്ല, ഞാൻ ആ പ്രദേശത്തേക്ക് വരണില്ല എന്ന് ലക്ഷ്മി ദേവി പറഞ്ഞു എന്നാ. അപ്പൊ ഈ ലക്ഷ്മി ദേവി വരില്ല എന്ന് ഉറപ്പായി. പിന്നെ ഭഗവാന്മാര് സ്തുതിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് സ്തുതിച്ചു, ഗന്ധർവന്മാര്, കിന്നരന്മാര്, നാഗന്മാര്, അങ്ങനെ ദേവന്മാരെല്ലാം സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയിലൊന്നും ആ ഭഗവാന്റെ കോപം അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഉടനെ ബ്രഹ്മദേവൻ പറഞ്ഞു. അപ്പോഴാണ് പ്രഹ്ലാദനെ കണ്ടത്. ഇത്രയും ഭീകരമായിട്ടുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ നടന്നെങ്കിലും പ്രഹ്ലാദന് യാതൊരു മാറ്റവും ഇല്ല. പ്രഹ്ലാദൻ തന്റെ കൈകൾ കൂപ്പി ആ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്നിങ്ങനെ ജപിച്ചിരിക്കണോ. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള തന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുന്നതായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള പാതാരവിന്ദങ്ങൾ മാത്രമേ ആര് കാണുന്നുള്ളൂ? പ്രഹ്ലാദൻ കാണുന്നുള്ളൂ എന്ന് പറയാം. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ പ്രഹ്ലാദ, ആ ഭഗവാനെ ഒന്ന് സ്തുതിക്കൂ, ആ ഭഗവാന്റെ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ആ ഭാഗവതോത്തമനായിട്ടുള്ള ആ പ്രഹ്ലാദ പ്രിയനായിട്ടുള്ള നരസിംഹമൂർത്തിയെ ആ പ്രഹ്ലാദൻ അതിമനോഹരമായിട്ട് സ്തുതിച്ച് ആ നരസിംഹമൂർത്തിയുടെ കോപം അടക്കി എന്ന് പറയാം. അങ്ങനെ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി അവതരിച്ചതായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ അവതാരമാണ് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോണത്. ആ ഭഗവാൻ
നമ്മുടെയൊക്കെ ഉള്ളിൽ തത്തിക്കളിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ഓരോ ഹിരണ്യകശിപുക്കൾ അല്ലെ, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ആസുരികമായിട്ടുള്ള സ്വഭാവം. ആ ആസുരികമായ സ്വഭാവത്തെ എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് എന്നിട്ട് എന്ത് വേണം, നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീയമായുള്ള സ്വഭാവങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയപത്മങ്ങളിലും ആ ഭഗവാൻ അവതരിക്കണം എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവണം. ആ അവതാരം വായിക്കുന്ന സമയത്ത് ഇവിടെ ദീപാരാധന ഉണ്ടാവും. ആ ദീപാരാധന ചെയ്യുന്ന സമയത്ത് എല്ലാവരും വളരെ ഉറക്കെ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ഉറക്കെ ജപിക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്താണ് ആ ഭഗവാനെ ഉള്ളിൽ ഇങ്ങനെ ജപിക്കണം. നാരായണ 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 ഹരേ നാരായണ ഹരേ നാരായണ എന്നെല്ലാവരും ജപിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ അവതാര ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.